ലോകമേ തറവാട്, ലോകമേ തറവാടു തനിക്ക്. ഈ ചെടികളും പുൽകളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ. ത്യാഗമെന്നതേ നേട്ടം, താഴ്മതാനഭ്യുന്നതി. യോഗവിത്തേവം ജയിക്കുന്നിതെൻ ഗുരുനാഥൻ. താരകാമണിമാല ചാർത്തിയാലതും കൊള്ളാം, കാറണിച്ചളി നീളെ പുരണ്ടാലതും കൊള്ളാം. ഇല്ലിഹ സംഗം ലേപമെന്നിവ സമസ്വച്ഛമല്ലയോ വിഹായസ്. ഔവണ്ണമെൻ ഗുരുനാഥൻ. ദുർജന്തുവിഹീനമാം ദുർലഭതീർത്ഥഹ്രദം, കജ്ജളോദ്ഗമമില്ലാത്തോരു മംഗളദീപം. പാമ്പുകൾ തീണ്ടിടാത്ത മാണിക്യ മഹാനിധി, പാഴ്നിഴലുണ്ടാക്കാത്ത പൂനിലാവൻ ആചാര്യൻ. ശസ്ത്രമെന്നിയേ ധർമ്മസങ്കരം നടത്തുന്നോൻ, പുസ്തകമെന്നേ പുണ്യാധ്യാപനം പുലർത്തുന്നോൻ. ഔഷധമെന്നേ രോഗം ശമിപ്പിപ്പവൻ, ഹിംസാദോഷമെന്നിയേ യജ്ഞം ചെയ്വവനെന്നാചാര്യൻ. ശാശ്വതമഹിംസയാണം മഹാത്മാവിൻ വ്രതം, ശാന്തിയാണവിടേക്കു പരദേവത പണ്ടേ. ഓതുമാറുണ്ടദ്ദേഹം അഹിംസാമണിച്ചട്ട, ഏതുടവാളിൻ കൊടുവായി തലമടക്കാത്തു. ഓതുമാറുണ്ടദ്ദേഹം അഹിംസാമണിച്ചട്ട, ഏതുടവാളിൻ കൊടുവായി തലമടക്കാത്തു. ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും, സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും, ബുദ്ധന്റെ അഹിംസയും, ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും, രന്തിദേവന്റെ ദയാവായ്പും, ശ്രീഹരിശ്ചന്ദ്രനുള്ള സത്യവും, മുഹമ്മദിൻ സ്ഥൈര്യവും ഒരാളിൽ ചേർന്നൊത്തു കാണണമെങ്കിൽ ചെല്ലുവിൻ ഭവാന്മാരൻ ഗുരുവിൻ നികടത്തിൽ. അല്ലായിൽ അവിടുത്തെ ചരിത്രം വായിക്കുവിൻ. ഗീതയ്ക്കു മാതാവായ ഭൂമിയേ, ദൃഢമിതുമാതിരിയൊരു കർമ്മയോഗിയെ പ്രസവിക്കൂ. ഹിമവത് വിന്ധ്യാചലമധ്യദേശത്തെ കാണൂ, ശമമേ ശീലിച്ചെഴും ഇത്തരം സിംഹത്തിനെ. ഗംഗയാറൊഴുകുന്ന നാട്ടിലെ ശരിക്കിത്ര മംഗളം കായ്ക്കും കൽപ്പപാദപമുണ്ടായി വരൂ. നമസ്തേ ഗതതർഷ, നമസ്തേ ദുരാധർഷ, നമസ്തേ സുമഹാത്മൻ, നമസ്തേ ജഗൽ ഗുരോ. നമസ്തേ ഗതതർഷ, നമസ്തേ ദുരാധർഷ, നമസ്തേ സുമഹാത്മൻ,
നമസ്തേ ജഗൽഗുരോ. എത്ര മനോഹരം എൻ്റെ വിദ്യാലയം, എന്തു മധുരമീ ഓർമ്മകൾക്ക്. എത്ര മനോഹരം എൻ്റെ വിദ്യാലയം, എന്തു മധുരമീ ഓർമ്മകൾക്ക്. നിലവിൻ നറുമലർ മധുനുകരാനായി പോയ വസന്തമേ മടങ്ങി വരൂ. എത്ര മനോഹരം എൻ്റെ വിദ്യാലയം, എന്തു മധുരമീ ഓർമ്മകൾക്ക്. നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തോട് വളരെയധികം ചേർന്ന് നിന്നിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട അശോകേട്ടൻ നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അശോകേട്ടൻ എല്ലാവരുടെയും ഹൃദയത്തിലുള്ള ആളാണ്. ഒരുപാട് സ്വപ്നങ്ങളുള്ള ആളായിരുന്നു അശോകേട്ടൻ. അശോകേട്ടൻ്റെ സ്വപ്നങ്ങളൊന്നും അശോകേട്ടൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്കുള്ളതായിരുന്നില്ല. സമൂഹത്തിന് ഗുണം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുകയും വ്യാകുലപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ് അശോകേട്ടൻ. അശോകേട്ടൻ്റെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ഒരു കേന്ദ്രം എന്ന നിലയിൽ നമ്മൾ അശോകേട്ടൻ്റെ പേരിൽ തന്നെ ഒരു ഗ്രന്ഥശാല ഇവിടെ ഇന്ന് തുടങ്ങുകയാണ്. ഈ ഗ്രന്ഥശാലയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പുസ്തകം കളക്ഷനും മറ്റു കാര്യങ്ങൾക്കുമായി ആളുകളെ സമീപിക്കുമ്പോൾ വളരെ നിറഞ്ഞ സമീപനമാണ് എല്ലാവരുടെ അടുത്തുനിന്നും ഉണ്ടായത്. എല്ലാവരും നെഞ്ചിലേറ്റിയിരിക്കുകയാണ് ഇപ്പോൾ അശോകേട്ടൻ മനസ്സിലെല്ലാവരെയും. ഈ ഉദ്ഘാടന പരിപാടി ഗ്രന്ഥശാലയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ പ്രൊഫസർ എം നാരായണൻ മാഷാണ്. മാഷിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തും. മാഷയുടെ സാന്നിധ്യത്തിൽ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ ഈ ചടങ്ങിലേക്ക് മാഷെ സ്വാഗതം ചെയ്യുകയാണ്. അശോകേട്ടൻ്റെ ഓർമ്മകളെ കുറിച്ച് 4 വാക്ക് നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സത്യേട്ടനാണ്. CPIM എടപ്പാൾ ഏരിയ സെക്രട്ടറി ടി സത്യനെ അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുകയാണ്. മാഷൊപ്പാണ് എത്തും. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഈ ചടങ്ങിൻ്റെ ഭാഗമാകുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ നന്നമുക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിസ്രിയ സൈഫുദ്ദീൻ, പെരുമ്പടപ്പ് ബ്ലോക്ക് മെമ്പർ ശ്രീ VV കരുണാകരൻ, നന്നമുക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി M അജയഘോഷ്, പിന്നെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KV അബ്ദുൾ കരീം, ഹരിദാസ് മാഷ്, ജനു മൂക്കുതല, സുരേഷ്, കൂടാതെ പൊന്നാനി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പ്രകാശം മാഷ് എന്നിവരെയും ഈ യോഗത്തിൽ പങ്കെടുക്കാൻ, ഈ മഹത്തായ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന എല്ലാവരെയും വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ജ്വാല സാംസ്കാരിക നിലയത്തിൻ്റെ പ്രസിഡന്റ് സുരേഷിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്കറിയാം,
നമ്മുടെ ഒപ്പം കഴിഞ്ഞ കാലങ്ങളിൽ ഒക്കെ ഉണ്ടായിരുന്ന പ്രിയങ്കരനായിട്ടുള്ള അശോകൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഒരു വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് എന്ത് നിലയ്ക്കുള്ള ഒരു സ്മരണയാണ് നമുക്ക് കൊടുക്കാൻ നൽകുക എന്ന് വളരെ വിശദമായിട്ട് ഞങ്ങൾ ആലോചിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഗ്രാമത്തിന്റെ തന്നെ ഒരു പ്രധാന കേന്ദ്രമായി ഈ ഒരു ഗ്രന്ഥശാല നമ്മുടെ നാട്ടില് അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായിട്ട് നല്ല രൂപത്തില് ഉണ്ടാക്കിയെടുക്കാമെന്നൊരു ചിന്ത വന്നത്. ഇപ്പൊ പലർക്കും ഈ ഓൺലൈൻ കാലഘട്ടത്തില് ഒരു ഗ്രന്ഥശാല ഇനിയിപ്പോ ആവശ്യമുണ്ടോ എന്നുള്ള രൂപത്തിലുള്ള ചർച്ചയും ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മള് എത്ര ആ രൂപത്തില് ചിന്തിക്കുകയാണെങ്കിലും വായനശാലയ്ക്കും വായനയ്ക്കും എന്നും ഒരു ഇടം എല്ലാ കാലത്തും ഉണ്ട്. ഇപ്പൊ നമ്മൾ ഓൺലൈനിലായിട്ട് ഒരുപാട് വാർത്താ ചാനലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വീട്ടിലെല്ലാവരും പത്രം വായിക്കുന്നവരും ആ രൂപത്തിൽ വായനശീലമൊക്കെ ഉള്ളവരാണ്. അപ്പൊ ആ വായനശീലം നമ്മുടെ നാട്ടിലൊന്ന് വളർത്തിയെടുക്കാനും അത് മാത്രമല്ല ഇത് നല്ല രൂപത്തിൽ കൊണ്ടുപോകാനും വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ സ്മരണ എന്നേക്കും നിലനിർത്താൻ വേണ്ടിയിട്ട് സ്ഥാപനം തുടങ്ങുക എന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ ഇവിടെ സ്വരൂപിച്ചിട്ടുണ്ട്. നല്ല ഒരു വായനശാല ഒരു കേവലം ഒരു കുറച്ച് പുസ്തകങ്ങൾ എന്നുള്ള നിലയ്ക്കല്ല, നല്ല മൂല്യവത്തായിട്ടുള്ള നല്ല വായനയ്ക്കുള്ള നല്ല വിഭവങ്ങളുള്ള ഒരു വായനശാല ഇവിടെ സ്ഥാപിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് ഇത് വലിയൊരു സാംസ്കാരിക സ്ഥാപനമാക്കിയിട്ട് ഉയർത്തിക്കൊണ്ടുവരണം എന്ന ഒരു പദ്ധതിയാണ് നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി ഒരുപാട് പ്രയത്നങ്ങളും പരിപാടികളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഭാവിയിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. നാട്ടുകാരായ എല്ലാവരും പ്രത്യേകിച്ച് അശോകന്റെ കുടുംബാംഗങ്ങളൊക്കെ നമ്മൾ അതിനോട് വലിയ രൂപത്തിലുള്ള സ്നേഹവും അനുഭാവവും ഒക്കെ കാണിച്ചിട്ടുണ്ട്. അവരെ ഞാൻ ഈ അവസരത്തിൽ കൃതജ്ഞതയോടെ അനുസ്മരിക്കുകയാണ്. മാത്രമല്ല അശോകന്റെ സമയത്തോളം അദ്ദേഹം ഈ ക്ലബ്ബ് അല്ലെങ്കിൽ ഈ സാംസ്കാരിക നില ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ കൂടിയാണ്, അദ്ദേഹത്തിന്റെയും കൂടെ പേരിലാണ് ഈ സ്ഥാപനത്തിന്റെ ആധാരം രജിസ്റ്റർ ആക്കിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഇതിങ്ങനെ ഒട്ടക്കുന്നായി കിടക്കുന്ന ഈ സ്ഥലം ഇങ്ങനെ ഈ രൂപത്തിലാക്കി മാറ്റാൻ ശാരീരികമായിട്ടും മറ്റും വലിയ തോതിലുള്ള ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എന്ത് തിരക്കുണ്ടെങ്കിലും അതിനൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങാനും ഈ സ്ഥാപനം ഇങ്ങനെ നല്ല രൂപത്തിൽ വളർത്തിയെടുക്കണം എന്ന് വലിയ ആഗ്രഹവും പ്രതീക്ഷയുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അത് മാത്രമല്ല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വപരമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്ന വ്യക്തി കൂടിയായിരുന്നു. ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉദ്ഘാടകനും അനുസ്മരണ പ്രഭാഷകനും എത്തിയിട്ടുണ്ട്. അപ്പോ ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഈ ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനം നടത്തുന്നത് പ്രിയങ്കരനായിട്ടുള്ള പ്രൊഫസർ എം നാരായണ സാറാണ്. അദ്ദേഹം പൊന്നാനി MES കോളേജിൽ ദീർഘകാലം പ്രൊഫസറായിട്ട് വിരമിച്ച ആളാണ്. എൻ്റെ ഗുരുനാഥൻ കൂടിയാണ്. അതുമാത്രമല്ല നമ്മുടെ അശോകൻ BCom പഠിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ കോളേജിൽ പ്രൊഫസറായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ക്ലാസ് കിട്ടിയില്ലെങ്കിലും നല്ല പരിചയം നല്ല ബന്ധവും ഉള്ള ആള് തന്നെയായിരുന്നു. നാരായണ മാഷെ പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തെ പറ്റി പറയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരളത്തിലെ സാംസ്കാരിക മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ്. സാഹിത്യ രംഗത്തും നിരൂപണ രംഗത്തും ഒക്കെ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള അധ്യാപകനാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ മഹത്തായ ഒരു അനുഭവമായിട്ടാണ് ഞങ്ങൾക്കൊക്കെ തോന്നാറുള്ളത്. അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഇരുന്നവർ പലരും വേദിയിലൊക്കെ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മലയാളം അധ്യാപകനായിരുന്നു. സാധാരണ നിലയ്ക്ക് ഈ ഹിന്ദി ക്ലാസ്സിലുള്ള കുട്ടികൾ ഹിന്ദി ക്ലാസ്സിൽ കയറാതെ മാസ്റ്റർ ക്ലാസ്സിലാണ് മിക്കവാറും കയറിയിരിക്കുക.
അതായത് 70 പേരൊക്കെ ഉള്ള സാധാരണ ഒരു ക്ലാസ്സിന്റെ സ്ട്രെങ്ത്തില് നാരായണ സാറിന്റെ ക്ലാസ്സിലാണെങ്കിൽ 100-100-ലധികം പേരൊക്കെ ഉണ്ടാവും. എന്റെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഹിന്ദി പഠിക്കുന്ന കുട്ടികളടക്കം അദ്ദേഹത്തിന്റെ ക്ലാസ്സിലാണ് വന്നിരിക്കാറ്. അത്രയും വലിയൊരു അനുഭവമാണ് അദ്ദേഹത്തിന്റെ അന്ന് എടുത്ത ക്ലാസ്സുകളൊക്കെ. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ എപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹത്തിന് ഇരുത്തി ഞാൻ പറയില്ല. അദ്ദേഹം എനിക്ക് പിന്നെ കുമാരനാശാന്റെ ഖണ്ഡകാവ്യമായ കരുണ എന്ന ഖണ്ഡകാവ്യം എടുത്തു തന്നിരുന്നു. അദ്ദേഹത്തിന്റെ അന്നത്തെ ആ വാസവദത്തെ കുറിച്ചുള്ള വർണ്ണനയും കാര്യങ്ങളൊക്കെ സത്യത്തിൽ കവിതയ്ക്ക് ഇത്ര മനോഹരമായിട്ട് എടുക്കാൻ പറ്റുമോ? അതായത് അത്രമാത്രം ആസ്വാദ്യകരമാണ് എന്ന ഒരു അനുഭവം അദ്ദേഹത്തെ ക്ലാസ്സിൽ ഇരുന്നാലേ മനസ്സിലാവുള്ളൂ. ഞാൻ അദ്ദേഹത്തെ ഇരുത്തി പറയല്ല. മാത്രമല്ല നാടകരംഗത്തും നാടകത്തിന്റെ ഒക്കെ വിവിധ തലങ്ങൾ പറഞ്ഞു തന്നു നമ്മളെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോവില്ല. അപ്പൊ ഞാൻ അതേപറ്റി വിശദമായി പറയുന്നില്ല. അദ്ദേഹം ഉജ്ജ്വലമായ വാഗ്മിയാണ്, സാഹിത്യകാരനാണ്, നിരൂപകനാണ്. മാത്രമല്ല ഈ ഇത്തവണത്തെ കേരള സാഹിത്യ അക്കാദമിയുടെ സാഹിത്യ പുരസ്കാരം, സമഗ്ര സംഭാവനക്കുള്ള സാഹിത്യ പുരസ്കാരം നേടിയ വ്യക്തിയാണ്. അദ്ദേഹം ഈ നമ്മുടെ ഗ്രാമത്തിലെത്തി എന്നത് നമുക്കൊക്കെ വലിയ അഭിമാനമാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. കൂടാതെ നമ്മുടെ അനുസ്മരണം നടത്തുന്നത് പ്രിയപ്പെട്ട സത്യൻ നിങ്ങൾക്കറിയാം, അശോകന്റെ ഏറ്റവും ഹൃദയബന്ധമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. അശോകനുമായിട്ട് ദീർഘകാലം ബന്ധമുള്ളതായിരുന്നു. കുടുംബത്തിലൊരംഗം പോലെ അശോകനെ കൊണ്ടു നടന്നിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹമാണ് അദ്ദേഹത്തിനെ അനുസ്മരിക്കുന്ന ഏറ്റവും ഉചിതമായൊരു വ്യക്തി തന്നെയാണ്. അപ്പൊ ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തുന്നതിനായിട്ട് അശോക ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനം നടത്തുന്നതിനായിട്ട് പ്രിയങ്കരനായിട്ടുള്ള എന്റെ ഗുരുനാഥൻ കൂടിയായിട്ടുള്ള പ്രൊഫസർ എം നാരായണൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചു. ആദ്യം നമ്മുടെ ഗ്രന്ഥശാലയുടെ അതിനായിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഉദ്ഘാടനം നിർവഹിക്കുന്ന മുറയ്ക്ക് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. തിമർത്തു പെയ്യുന്ന ഈ സന്ധ്യയ്ക്ക് കായലിന്റെ തീരത്തുള്ള ഈ സമ്മേളന വേദിയിൽ അധിക നേരം ഇരിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉദ്ഘാടനത്തിന് ഒരു നീണ്ട പ്രസംഗം ആവശ്യമില്ല എന്നും ഞാൻ കരുതുന്നു. അശോകന്റെ അകാലികവും അപ്രതീക്ഷിതവുമായ മരണം അതുണ്ടാക്കിയ വികാരവായ്പ സ്നേഹ സമ്പന്നനും സേവന തൽപരനുമായ പൊതുപ്രവർത്തകനായിരുന്നു അശോകൻ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അയാൾക്ക് ഈ നാട്ടിലെ ഈ ഗ്രാമത്തിലെ ജനത നൽകുന്ന ഉചിതമായ ഒരു സ്മാരകമാണ് ഈ വായനശാല എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ട് താജ്മഹൽ ഷാജഹാൻ ചക്രവർത്തിക്ക് അദ്ദേഹത്തിൻ്റെ പത്നിയോടുണ്ടായിരുന്ന പ്രണയവായ്പ ആണ്. ആ പ്രണയം കൊണ്ടാണ് താജ്മഹൽ ഉണ്ടാക്കിയത്. നമ്മൾ താജ്മഹൽ ഉണ്ടാക്കിയത്
മാർബിൾ കൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കൾ കൊണ്ടാണെന്ന് പറയും. പക്ഷെ മാർബിൾ ഉണ്ടായതുകൊണ്ട് താജ്മഹൽ ഉണ്ടാവില്ല, പ്രേമുണ്ടായതുകൊണ്ട് താജ്മഹൽ. അതുപോലെ ഈ വായനശാല ഉണ്ടായത് അശോകനോടുള്ള ഈ ഗ്രാമത്തിലെ ജനതയുടെ സ്നേഹവായ്പ, ആ സ്നേഹവായ്പന്റെ സ്മാരകമാണ് ഇത്. ഇത്തരം ഒരു വിനീതമെങ്കിലും സാർത്ഥകമായ ഒരു സ്മാരകം അതിൻ്റെ തുടക്കത്തിലെ തുടങ്ങി വെക്കാനുള്ള ഈ ഉദ്യമത്തിന് ഇതിൽ നിങ്ങൾ കാണിച്ചിട്ടുള്ള ഉചിതജ്ഞതയ്ക്ക് ഞാൻ അഭിവാദ്യം അർപ്പിക്കുന്നു, നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഈ സ്മൃതി കുടീരം ഉദ്ഘാടനം ചെയ്തതായിട്ട് നിങ്ങളെ അറിയിക്കുന്നു. ഞാൻ പറഞ്ഞു, ഇത് ഉചിതമായ ഒരു സ്മാരകമാണ്. എന്താ ഇതിൻ്റെ ഔചിത്യം? ഇത് വായനശാലയാണ്. വായനശാല എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൽ വഴിവിളക്ക് പോലെ ആളുകൾക്ക് വെളിച്ചം കൊടുത്തു വരുന്ന സ്ഥാപനങ്ങളാണ്. വാസ്തവത്തിൽ ഈ കേരളം ഉണ്ടായത് എങ്ങനെയാണ്? ഇന്നത്തെ കേരളം ഉണ്ടായിരുന്നു, ആധുനിക കേരളം ഉണ്ടായിരുന്നു. ആധുനിക കേരളം ഉണ്ടാവുന്നതിന് പല കാരണങ്ങളും. ആധുനിക കേരളത്തെ സൃഷ്ടിച്ചതിന് പല ശക്തികൾക്കും പങ്കുണ്ട്. പക്ഷെ അതിൽ അവിസ്മരണീയമായ, അവഗണിക്കാൻ കഴിയാത്ത പങ്കാണ് വായനശാലകൾക്കുള്ളത്, വിദ്യാലയങ്ങൾക്കുള്ളത്. ഇപ്പോൾ വിദ്യാലയങ്ങൾ, വാസ്തവത്തിൽ വിദ്യാലയങ്ങളിൽ നിന്നാണ് കേരളം ഉണ്ടാകുന്നത്. നമ്മുടെ ഞാനിപ്പോൾ പറയാറുള്ളൊരു കാര്യമാണ്, ഉറൂബിൻ്റെ ഉമ്മാച്ചു എന്നുള്ള നോവലുണ്ട്. ആ നോവലില് ഉമ്മാച്ചുണ്ട്, മായനുണ്ട്, ബീരാനുണ്ട്, ചാപ്പുണ്ണി നായർ. 4 കുട്ടികളാണ്. ഈ 4 കുട്ടികളും രാവിലെ പുസ്തകമൊക്കെ എടുത്ത് പോകും. ഒരു സ്ഥലത്തെത്തിയ ഈ മായനും ബീരാനും ഉമ്മാച്ചും ഓത്തുപള്ളിയിൽ, ചാപ്പുണ്ണിയാര് എഴുത്തുപള്ളിയിൽ. ഇങ്ങനെ. പക്ഷെ ഇവരുടെ കുട്ടികളായപ്പോഴും സംഗതി മാറി. ഈ ഉമ്മാച്ചുവിൻ്റെ മകൻ അബ്ദു, ചാപ്പുണ്ണി നായരുടെ മകള് ചിന്നമ്മു പോയിട്ട് ഒന്നിച്ചാണ് പോയിട്ട് ഒരേ ക്ലാസ്സിലിരുന്ന്, ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിലിരുന്ന് പഠിക്കും. ഇങ്ങനെയാണ് മലയാളി സമൂഹം രൂപപ്പെട്ടത്. അതുവരെ നമ്മുടെ ജീവിതത്തിനിടയ്ക്ക് ജാതികളുടെ മതിലുണ്ടായിരുന്നു, മതങ്ങളുടെ മതിലുണ്ടായിരുന്നു, ആചാരങ്ങളുടെ നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ അതിരുകളും മതിലുകളും ഒക്കെ മാഞ്ഞു പോയതല്ല, മാച്ചു കളഞ്ഞതാണ്. അങ്ങനെ ഒരു പുതിയ കേരളത്തെ, മലയാളികളുടെ ഈ മാതൃഭൂമിയെ സൃഷ്ടിച്ചത് വിദ്യാഭ്യാസത്തിന് വലിയ പങ്ക്. വടക്കേ മലബാറിലെ കർഷക പ്രസ്ഥാനത്തെ പറ്റിയൊക്കെ പഠിക്കുന്നതിന് വേണ്ടി ഒരു പണ്ഡിതനായ ഗവേഷകൻ, അദ്ദേഹത്തിൻ്റെ പേര് റോബിൻ ജാഫ്രി, അദ്ദേഹം പലതവണ കേരളത്തിൽ വന്നു. അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഒരു പുസ്തകത്തിൽ, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ, കണ്ണൂർ ജില്ലയിലെ ഒരു പഴയ ജന്മിയോട്, അവിടെ ഈ കയ്യൂരും കരിവള്ളൂരൊക്കെ ഉണ്ടായില്ല, ആ കർഷക സമരങ്ങളുടെയൊക്കെ പശ്ചാത്തലമായിട്ട് എന്തുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഈ ജന്മി പറഞ്ഞു, കൃഷിക്കാർക്ക് ദാരിദ്ര്യം ഉണ്ടായതുകൊണ്ടല്ല, അവർക്ക് അക്ഷരം പഠിച്ചുകൊണ്ടാണ് കുഴപ്പമായത്. കേട്ടോ? അപ്പൊ അക്ഷരം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന മാതിരി അത്ര നിരുപദ്രവമായ സാധനമല്ല. ഒരു ആയുധം കൊടുക്കണ മാതിരിയ, ഒരു സ്ഫോടക വസ്തു കിട്ടണ മാതിരിയ. പഠിപ്പിക്കേണ്ട വിധത്തിൽ പഠിപ്പിച്ചാൽ ഒരധ്യാപകന്
വലിയ അത്ഭുതങ്ങളൊക്കെ ഉണ്ട്. അധ്യാപകൻ അതുകൊണ്ടാണ് റോബിൻ ജാഫ്രിനെ ആ പുസ്തകത്തിൽ പറയുന്നത്, അധ്യാപകരെ കുറിച്ച് പറയുന്നത് എ ഡേഞ്ചറസ് ക്ലാസ്, അപകടകാരിയായ വർഗമാണ് അധ്യാപകർ. ഇപ്പോഴത്തെ മാഷന്മാരെ പറ്റിയിട്ട് അല്ലോട്ട് പറഞ്ഞു. ഞാനടക്കമുള്ള വയലിൽ വിരലിട്ടാ കടിക്കാത്ത ജാതികളാണ് ഇപ്പോഴത്തെ ഹരിയൊക്കെ പാവങ്ങളാണ്. പക്ഷേ ഈ പണ്ടത്തെ മാഷന്മാരെ പറ്റി ഞാൻ പറഞ്ഞു, അവര് എന്താണ് ഡേഞ്ചറസ് ക്ലാസ്, കരുതിയിരിക്കണവര്. അവരാണ് കുട്ടികളെ അക്ഷരം മാത്രമല്ല അവർ പഠിപ്പിച്ചത്, അവര് രാഷ്ട്രീയത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ചു, സമൂഹത്തിൽ നിലനിൽക്കുന്ന നീതികേടിനെ കുറിച്ച് അതിനെ ചോദ്യം ചെയ്യാൻ പഠിപ്പിച്ചു. അങ്ങനെയാണ് കേരളം. അപ്പൊ വിദ്യാഭ്യാസം ഇന്നിപ്പോ ഇപ്പൊ എന്നോട് നമ്മുടെ വേണു മാസ്റ്റർ വിളിച്ചിരുന്നു. ഞാൻ വരുമ്പോഴേ അപ്പൊ വേണു പറയാണ്, ഞാൻ ശ്രദ്ധിച്ചിരുന്നു, വേറെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു സന്തോഷം തോന്നി. ഇന്നത്തെ മാതൃഭൂമി പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ താഴെ പായിപ്പർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ, ഞാൻ അറിയുന്ന ആളാണ്, അയാളുടെ ഒരു കമന്റ് ഉണ്ട്. അത് ഇന്നലത്തെ മാതൃഭൂമിയിൽ ടി പത്മനാഭൻ എന്ന് പറയുന്ന വലിയൊരു കഥാകൃത്ത് അദ്ദേഹവുമായി നടത്തിയിട്ടുള്ള ഒരു സംഭാഷണം, അതിനെ പറ്റിയിട്ടുള്ള കമന്റാണ്. അതിൽ പത്മനാഭനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള കമന്റാണ്. പത്മനാഭൻ അതിൽ പറഞ്ഞെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് കുറെ പ്രായമായ ആളാണ്, ഞാൻ ആ പ്രായത്തേക്ക് ബഹുമാനിക്കുന്നു. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് എന്തെങ്കിലും വല്ല യോഗ്യത ഉണ്ടെങ്കിൽ അതിന് കാരണം ഞാൻ പഠിച്ചത് കേരളത്തിലല്ല, പുറത്തു പോയിട്ടാണ്. അദ്ദേഹം പറയുന്നതാണ്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം, കോളേജ് വിദ്യാഭ്യാസത്തെ കുറിച്ചാണ് പറയുന്നത്. മംഗലാപുരത്തും ഒക്കെ ആയിരുന്നു, പിന്നെ മദ്രാസിലായിരുന്നു. കേരളത്തിലെ വിദ്യാലയങ്ങളൊക്കെ ആളുകളെ വളരെ കുടിസ്, വിശാലം ആയ ലോകം കാണാൻ കേരളത്തിലെ വിദ്യാഭ്യാസ സ്കൂളുകളായാലും കോളേജുകളായാലും കുട്ടികളെ സഹായിക്കുന്നില്ല എന്ന ഒരു വിമർശനമാണ് ഈ കഥാകൃത്തായിട്ടുള്ള കാരണവരായിട്ടുള്ള പത്മനാഭൻ. അദ്ദേഹം പറയുന്നുണ്ട് മറ്റൊരർത്ഥങ്ങളുണ്ട്. അദ്ദേഹത്തിന് എന്തെങ്കിലും യോഗ്യത ഉണ്ടെങ്കിൽ അത് ഉണ്ടാവാൻ കാരണം പുറത്തുപോയി പഠിച്ചിടാം. അപ്പൊ ഇവിടെ പഠിച്ച ആളുകൾക്കൊന്നും എന്തില്ല, അവരൊക്കെ അയോഗ്യന്മാരാണ് എന്ന ഒരു ധ്വനിയുടെ, താൻ മാത്രം ഒരു യോഗ്യൻ, ബാക്കിയുള്ളവരൊക്കെ അയോഗ്യൻ. മാത്രമല്ല അതിന് വേറൊരു കാര്യം കൂടി, പുറത്തുപോയി പഠിക്കുമ്പോൾ പുറത്തുള്ള വിദ്യാലയങ്ങളിൽ, കേരളത്തിന് പുറത്തുള്ള വിദ്യാലയങ്ങളിൽ, ഞാനിപ്പോ ഈ പറഞ്ഞ മാതിരിയുള്ള സ്കൂളല്ല. ഏത് സ്കൂള്? ചിന്നമ്മും അബ്ദും ജോസഫും എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് പഠിക്കുന്ന സ്കൂളുകളല്ല. മാത്രമല്ല അവിടെ പഠിക്കാൻ വരുന്നവര് അത്യാവശ്യം വീട്ടിൽ നല്ലോണം വിവരമല്ല, കാശും ദോഷം, പണക്കാരാ. പാവപ്പെട്ട കുട്ടികളൊന്നും അവിടെ സ്കൂളിൽ വരില്ല. സ്കൂൾ കണ്ടിട്ടുണ്ടായിരുന്നു കേരളത്തിന് പുറത്തു പോയാൽ. അപ്പോ കേരളത്തിലെ പാവപ്പെട്ട കുട്ടികളും സ്കൂളിലേക്ക് വരുന്നു എന്നുള്ളതിന്റെ കുരുട്ടാണ്, അസൂയാണ്, പൊറുതികേടാണ്. കേരളത്തിൽ പഠിച്ചാൽ നന്നാവില്ല. വാസ്തവത്തിൽ കേരളം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ, കേരളത്തെ കേരളമാക്കിയത് ഈ വിദ്യാഭ്യാസം. ഇതുപോലെ ഒരു പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം ഇന്ത്യയിൽ വേറെ എവിടെയില്ല, ഇത്ര സാർവത്രികമായ. ഇപ്പൊ ഞാൻ കണ്ടത് ഇപ്പൊ കേരളത്തിലെ സ്കൂളുകളിലൊക്കെ ഭക്ഷണമൊക്കെ ഇപ്പൊ പരിഷ്കരിച്ചിട്ടുണ്ടോ അല്ലേ? കുട്ടികൾക്ക് അറിയുന്നു. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ പോയിട്ടില്ല. നല്ല ബിരിയാണി ആലോചിച്ചു. സത്യം, കുട്ടികൾക്ക് ബിരിയാണിയും ഫ്രൈഡ് റൈസും ഒക്കെ കൊടുക്കും. ലോകത്തിലൂടെ ഞാൻ ചോദിക്കുന്നു, ഞാൻ ഈ ഗ്രാമത്തിലെ ഈ വായനശാല യോഗത്തിന്റെ വേദിയിൽ വെച്ച് ഞാൻ വെല്ലുവിളിക്കുന്നു, ഈ കേരളത്തേതുപോലുള്ള ഒരു വിദ്യാർത്ഥികൾക്ക് പരിഗണന കൊടുക്കുന്ന ബിരിയാണി കൊടുക്കുന്നു പറഞ്ഞാൽ അതിന്റെ മലയാളം എന്താണ്? അവര് അത്രയും സ്നേഹവായ്പോട് കൂടിയിട്ടാണ് ഈ കേരളത്തിലെ സർക്കാർ പരിഗണിക്കുന്നെന്നുള്ളതാണ് അല്ലേ? കാരണം ബിരിയാണി കൊടുക്കാൻ ഭാഗ്യണ്ടായിട്ടല്ല, സർക്കാരിന്റെ കയ്യിൽ കാശിഷ്ടം പോലെ ഉണ്ടായിട്ട് എന്നാ ബിരിയാണി അയച്ചാ ബിരിയാണി, അങ്ങനെയല്ല. പക്ഷെ കുട്ടികൾക്ക് എടുക്കും. മുതിർന്നവർ അങ്ങനെയല്ലേ, വീട്ടിൽ നമുക്കില്ലെങ്കിലും കുട്ടികൾക്ക് നല്ലതുണ്ടായിട്ടുണ്ട്. അത് കുട്ടികളോടുള്ള പരിഗണനയാണ്, കുട്ടികളോടുള്ള സ്നേഹവാത്സല്യത്തിന് തെളിവാണ്. മനസ്സിലാവുണ്ടോ പറയുന്നു? അങ്ങനെയുള്ള ഈ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിന്റെ മുഖത്ത് ആസനം വെച്ച് നിറഞ്ഞാണ് ഈ ടി പത്മനാഭനെ പോലുള്ള എന്താ പറയണ്ടോ
ഞാൻ പറഞ്ഞത് അത് ഈ കേരളത്തിന്റെ ചരിത്രത്തിന്റെ മുഖത്താണ് അവർ ആശ്രമിച്ചത്. കേരളത്തിലെ ജനാധിപത്യ കേരളത്തിന്റെ, ഈ പുതിയ കേരളത്തിന്റെ, ഈ കേരളത്തെ സൃഷ്ടിച്ച വലിയ മനുഷ്യരുടെ ഒക്കെ ഓർമ്മകളുടെ നെഞ്ഞത്ത് കയറിയിട്ടാണ് ഇത്തരം ആളുകൾ നൃത്തം വെക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു ഏറ്റവും ഞാൻ പറയട്ടെ, ഇപ്പൊ ദേവാലയങ്ങൾ, ക്ഷേത്രങ്ങളുണ്ട്, പള്ളികളുണ്ട്. ഈ പള്ളികളും ദേവാലയങ്ങളും ഒക്കെ ഉണ്ട്, നല്ലതന്നെ, ഞാനൊന്നും മണ്ണൊന്നും പറയുന്നില്ല. പക്ഷെ അവിടെ ഇപ്പൊ പല പള്ളികളിലും ദേവാലയങ്ങളിലും പലതും നടക്കുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ മറ്റേ മതം മോശമാണെന്ന് പഠിപ്പിക്കില്ല. അതിനുള്ള പല വിദ്യകളുണ്ടോ. നമ്മുടെ മതം മാത്രമാണ് എന്ത് നല്ലത്, മറ്റു മതങ്ങളൊക്കെ മോശമാണ്. ഞാൻ ഇങ്ങനെ ഒരു പ്രഭാഷണം കിട്ടും, ഇപ്പൊ യൂട്യൂബിൽ കിട്ടുമല്ലോ, ഒരു പണ്ഡിതൻ പ്രസംഗിക്കുകയാണ്. എന്താ പ്രസംഗം? എല്ലാ മതങ്ങളും ഒന്നാണ് എന്നാണ് ചിലർ പറഞ്ഞത്. അതെങ്ങനെ ഒന്നാമത് അദ്ദേഹം ചോദിക്കുന്നത്? ഇപ്പത്താ പകലല്ലേ, രാത്രിയല്ലല്ലോ, ഇത് പകലും രാത്രിയുമാണ്. പകലെന്ന് പറഞ്ഞാലും ശരിയാണ്, രാത്രി എന്ന് പറഞ്ഞാലും ശരിയാണ്. അങ്ങനെ അദ്ദേഹം ചോദിക്കും. ഇയാൾക്കറിയില്ല ഈ സമയത്ത് ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിൽ എന്താണ് രാത്രിയാണ്. ഇത് എല്ലാവരും അദ്ദേഹത്തിന് അറിയേണ്ടതല്ല എന്നുള്ള അത്തരം സാമാന്യമായ വിവരം പോലും ഇല്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ പണ്ഡിതന്മാരാണെന്ന് പറയുന്ന ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ ഇത് ഉദ്ദേശം? ഇതിന്റെ ഉദ്ദേശം വ്യത്യസ്ത വിശ്വാസമുള്ള ആളുകളെ അന്യോന്യം എന്താണ്, ഞാൻ മേലെ നീ താഴെ, മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ഞാൻ അതിലേക്കൊന്നും പോവല്ല. അപ്പൊ ഇത്തരത്തിലുള്ള വിദ്വേഷ വിഷം, വിശ്വാസമല്ല, പരവിദ്വേഷ വിഷം വമിക്കുന്ന സ്ഥലങ്ങളായിട്ട് പോലും നമ്മുടെ വിദ്യാലയങ്ങളെ, ദേവാലയങ്ങൾ പോലും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഇത്. എന്താണ് സ്കൂളും ഇതും തമ്മിൽ വേറെ വ്യത്യാസമുണ്ട്. സ്കൂളിൽ കുട്ടികള് ഇപ്പൊ പിന്നെ ഈ പറഞ്ഞ മാതിരി ബിരിയാണി കോഴിയിറച്ചി കിട്ടും, അതൊന്നും നല്ല കാര്യം. പണ്ടൊക്കെ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് സ്കൂളിൽ കുട്ടികളെ കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? അറക്കാൻ ആടിനെ കൊണ്ടുപോകണ മാതിരി കൊണ്ടുപോകണം ആദ്യം, അല്ലേ? തീരെ താല്പര്യം ഉണ്ടാവില്ല കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ. മാത്രമല്ല അവിടുത്തെ അടി കിട്ടും. ഇപ്പം മാഷന്മാരെ അടിക്കുന്നില്ല, പണ്ട് അടിയാ, ആവശ്യത്തിന് അനാവശ്യത്തിന് അടി കിട്ടും. അപ്പൊ കുട്ടികൾ മടിച്ചിട്ടാണ് പോവുക, പേടിച്ചിട്ടാണ് പോവുക. സ്കൂളില്ലാന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം കുട്ടികൾക്ക്. അപ്പൊ പരപ്രേരണയോടുകൂടി രക്ഷിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി സാമൂഹ്യ സമ്മർദ്ദത്തിന് വിധേയമായിട്ടാണ് കുട്ടികൾ സ്കൂളിൽ പോകുന്നത്. വായനശാലയ്ക്ക് ഒരാൾ പറഞ്ഞത്, നീ വായനശാലയ്ക്ക് പോകും, കാണിച്ചു തരാം. ആരെയും പറയും, നേരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്, പോയ കാണിച്ചു തരാന്ന് പറഞ്ഞു, അല്ലേ? പോയതൊക്കെ കാണിച്ചു തരാന്ന് ഇന്നവരാരെങ്കിലും പറഞ്ഞു കിട്ടുന്നു. പരപ്രേരണ കൂടാതെ, ബാഹ്യ സമ്മർദ്ദം കൂടാതെ, ഞാനതിനെ അനസൂയ വിശുദ്ധമായ അനുരാഗം എന്ന് പറയും. അറിവിനോടുള്ള അനുരാഗം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അനുരാഗം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ടല്ല അനുരാഗം ഉണ്ടാവുന്നത്, അത് ഉള്ളിന്ന് വരുന്നത്. പൂവിന്റെ ഉള്ളിന്ന് സൗരഭ്യം ഉണ്ടാവണ പോലെ മനുഷ്യന്റെ ആത്മാവിൽ നിന്ന് പൊങ്ങി പരക്കുന്ന സൗരഭ്യമാണെന്ത്? അനുരാഗം. അതിന്റെ പ്രേരണ, അതാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അതുപോലെ ഈ പുസ്തകത്തോട്, അറിവിനോടൊക്കെയുള്ള അനുരാഗം കൊണ്ടാണ് ആളുകൾ വായനശാലയ്ക്ക്. മനസ്സിലായോ? അങ്ങനെയുള്ള ഈ വായനശാലകൾ ഇന്നത്തെ പ്രത്യേക കാലഘട്ടത്തിൽ വളരെ വളരെ അപകടകരമായ ആശയങ്ങൾ ഈ കർക്കിടക മഴ പെയ്യുന്നത് പോലെ പെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് വലിയൊരു പ്രതിരോധമാണ്, വലിയൊരു ചെറുത്തുനിൽപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആധുനിക കേരളത്തെ സൃഷ്ടിക്കാൻ നടന്ന മഹത്തായ പരിശ്രമങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും പരിരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന വലിയൊരു ചെറുത്തുനിൽപ്പ് നടത്തുന്ന പ്രസ്ഥാനങ്ങളാണ് ഈ വായനശാല പ്രസ്ഥാനം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ വായനശാലകളിൽ ഇന്ന് ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാവേണ്ടതുണ്ട്. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പണ്ട് പുസ്തകങ്ങള്, ആദ്യകാലത്തെ പുസ്തകം എന്ന് പറഞ്ഞാൽ എഴുതി വെക്കുന്നതായിരുന്നു പുസ്തകം, അച്ചടിയൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലേ? പണ്ടത്തെ പുസ്തകം എന്ന് പറഞ്ഞാൽ ആദ്യം ഒറ്റ പുസ്തകം ഉണ്ടാവും. ഏതാ പുസ്തകം? വേദപുസ്തകം. അത് എഴുതി വെക്കുക ചെയ്യാം. അതൊരു ഗ്രാമത്തിലൊന്നും ഉണ്ടാവില്ല, ഒരു വില്ലേജിലൊന്നും ഉണ്ടാവില്ല, ഒരു ജില്ലയിലൊന്നൊക്കെ ഉണ്ടാവും ഒരു പുസ്തകം. കാരണം എഴുതാൻ ബുദ്ധിമുട്ടാണ്. ഇത് കിതാബ് മുഴുവൻ എഴുതി വെക്കില്ല, വലിയ പാടാണ്. ഒരു പുസ്തകം ഉണ്ടാവും.
അപ്പൊ ആ പുസ്തകത്തിന് ചുറ്റും ഒരു ദിവ്യതയുടെ പരിവേഷം. അതുകൊണ്ടാണ് ഇവിടെ കേരളത്തിലൊക്കെ ഇന്ത്യയിലൊക്കെ ഈ പുസ്തക പൂജ എന്ന് പറഞ്ഞൊരു പരിപാടി. പുസ്തകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവൈൻ ആയിട്ടുള്ള, ദിവ്യമായിട്ടുള്ള ഒന്നായിട്ട് കണക്കാക്കി. പിന്നീടാണ് അച്ചടി വന്നത്. അതോടുകൂടി പുസ്തകത്തിന്റെ ചുറ്റുമുള്ള ഈ ദിവ്യ പരിവേഷം പൊഴിഞ്ഞു. ആർക്കും എടുത്ത് കളിക്കാവുന്ന ഒന്നായി പുസ്തകം മാറി. അറിവ് വ്യാപിച്ചു. ആർക്കും തടവിലിട്ട് പൂട്ടാൻ പറ്റാത്ത ഒന്നായിട്ട് അറിവ് മാറി. ഇപ്പൊ പ്രിന്റിങ് പോയിട്ടതായി ഡിജിറ്റലായി അല്ലേ? ഇപ്പൊ കിൻഡിൽ എന്ന് പറഞ്ഞ ഒരു ഇറക്കുന്ന പുസ്തകമുണ്ട്, ഈ ബുക്ക്. ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇത്രേ ഉള്ളൂ. ഇതിനകത്ത് ഒരു എത്ര പുസ്തകമാണ് ഉൾക്കൊള്ളിക്കാം. മനസ്സിലായി? അത് ഇങ്ങനെ ലൈവ് ഇങ്ങനെ അലമാറിയും പുസ്തകങ്ങളും ഒന്നും വേണ്ട. ഒറ്റ ഈ ടെലിഫോൺ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ പോലുള്ള സാധനത്തിനകത്ത് 10,000 പുസ്തകങ്ങള് അകത്ത് വെക്കുകയും നമുക്ക് ഇഷ്ടമുള്ളപ്പോ എടുത്ത് വായിക്കുകയും ചെയ്യാവുന്ന രീതിയിലുള്ള ലൈബ്രറി. ഈ ലൈബ്രറി, ഈ ബുക്ക് വന്നു. അത്തരം സൗകര്യങ്ങൾ നമ്മുടെ വായനശാലയിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കണം പുതിയ കാലത്ത്. അതുപോലെ തന്നെ എഴുത്തിന്റെ രീതി മാറി. എഴുത്ത് കൈകൊണ്ട് എഴുതുന്നു. നാരായണ മാഷെ പോലുള്ള അപൂർവ ചില ആളുകൾ മാത്രമേ എഴുതുള്ളൂ. പേൻ എടുത്തിട്ട് എഴുതുന്നുണ്ടോ? പുതിയ കുട്ടികളൊന്നും എഴുത്തില്ല. എന്താണ് ഒക്കെ ടൈപ്പ് ചെയ്യല്ലേ? അതോടുകൂടി എന്താ വെച്ചാൽ ഇപ്പൊ മാസികയിലും വാരികയിലും നല്ല കവിതയും നോവലും കഥയൊക്കെ വരുന്നത്. ജയരാജനൊക്കെ സ്ഥിരത്തിൽ എഴുതണല്ലേ കവിത ഇതിനകത്ത്. അപ്പൊ ഇതിനകത്ത് കവിത എഴുതാം, നോവൽ എഴുതാം എന്ന് വന്നപ്പോ എന്തായെന്ന് വെച്ചാൽ ഒരു ഗുണമുണ്ട്, ഒരു അപകടമുണ്ട്. ഗുണം എന്താ? ആരുടെയും ശുപാർശ ഇല്ലാതെ നമുക്ക് എഴുതാം, അത് വായിക്കും ചെയ്യും. പക്ഷേ അത് പരിശോധിക്കപ്പെടുന്നില്ല. എന്താണ്? അതിനൊരു ഒരു ഇവാലുവേഷൻ നടക്കുന്നില്ല. അത് അരിക്കപ്പെടുന്നില്ല, അരിപ്പല്ല. അങ്ങനെ ഒഴുകി വരിക. അപ്പൊ അതിൽ കുറെ അഴുക്കും പെടും. അപ്പൊ ഈ അഴുക്ക് ഏതാണ്, അഴുക്കല്ലാത്ത ഏതാണ് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു മെക്കാനിസം വായനാ സമൂഹം സ്വയം വികസിപ്പിക്കുന്നു. അപ്പൊ വായനശാല എന്ന് പറഞ്ഞാൽ വെറുതെ കുറെ പുസ്തകങ്ങൾ വെച്ചാൽ പോരാ. വായനയുടെ പുതിയ ഒരു സംസ്കാരത്തെ വികസിപ്പിച്ചെടുക്കാനും ഈ അഴുക്ക് നീക്കി നമ്മളെന്താ മാലിന്യ നിർമ്മാർജ്ജനം, മാലിന്യം കളഞ്ഞ് പഞ്ചായത്ത് മഞ്ഞില്ലേ നിങ്ങൾ പഞ്ചായത്ത് കളഞ്ഞു മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാൻ. അഴുക്ക് എവിടുത്തെ അഴുക്ക്? അങ്ങാടിയിലത്തെ തെരുവിലെ അഴുക്കല്ല, സംസ്കാരത്തിന്റെ തെരുവിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള അഴുക്ക് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരു ദൗത്യം കൂടി നമ്മുടെ വായനശാലകൾക്ക് വന്നു ചേർന്നു. അതുപോലെ തന്നെ ഏത് കാലത്തും ഈ പുസ്തകം അതിന്റെ രൂപം മാറിയാലും പുസ്തകത്തിന് വില, മൂല്യം വേണ്ടതുണ്ട്. പുസ്തകമാണ് മനുഷ്യനെ യോജിപ്പിച്ചത്. അപരിചിതരായ മനുഷ്യരെ സുപരിചിതരാക്കി, അകലെയുള്ള മനുഷ്യരെ അയൽക്കാരാക്കി. ഇതാണ് പുസ്തകങ്ങളാണ്. അപ്പൊ പണ്ടൊക്കെ മലബാറിലൊരു ചൊല്ലുണ്ടായിരുന്നു. എന്താ ചൊല്ലുന്നത്? ഒരു ചേട്ടനെ കണ്ടാൽ, ഒരു ചേട്ടനെ ഒരു പാമ്പനെയും കണ്ട, ചേട്ടൻ എന്ന് പറഞ്ഞാൽ തെക്കുന്ന് വന്ന ആളെന്നർത്ഥം. ഒരു ചേട്ടനെ ഒരു പാമ്പനെയും കണ്ട ആദ്യം ചേട്ടനെ തള്ളണം, പിന്നെയാണ് പാമ്പനെ തള്ളണം. അതാണ് ഒരു xenophobia-യാണ്. പുറത്തുള്ളവരോട്, വിദേശികളോട്, മറുനാട്ടുകാരോടുള്ള വിരോധം. ഇതെന്താ കാരണം? ഈ ചേട്ടനെ ഇയാൾക്ക് പരിചയമില്ല. അപരിചിതത്വത്തിനാണ് എന്തുണ്ടാവുന്നത്? എനിമിറ്റി ഉണ്ടാവും, ശത്രുത. പരിചയം ഉണ്ടായ ശത്രുത മഞ്ഞുപോലെ മാഞ്ഞു. മനുഷ്യർക്കിടയിലുള്ള എല്ലാ ശത്രുതയുടെയും മൂല കാരണം എന്താണ്? അപരിചിതം. അറിയാന്നുള്ളതാണ് ആദ്യത്തെ, അന്യോന്യം അറിയാന്നുള്ളത്. അപ്പോ ഇങ്ങനെ മനുഷ്യരെ പരസ്പരം, ഇപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാന് കുട്ടിക്കാലത്ത് എസ് കെ പൊറ്റക്കാടിന്റെ വിഷകന്യക എന്ന് പറഞ്ഞ നോവൽ. വിഷകന്യക എന്ന് പറയുന്നത് തെക്കുന്ന് മലബാറിലേക്ക് വന്ന് വയനാട്ടിലൊക്കെ കുടിയേറിയിട്ടുള്ള ക്രിസ്ത്യൻ കുടിയേറ്റക്കാരുടെ ജീവിതം, 2-3 തലമുറകളുടെ ജീവിതം പറയുന്ന ഒരു നോവലാണ് വിഷകന്യക. അപ്പൊ ആ നോവൽ വായിക്കുമ്പോഴാണ് ഈ ചേട്ടന്മാര് അവരുടെ സംസ്കാരം എന്താണ്, അവരുടെ ജീവിതം എന്താണെന്ന് മനസ്സിലാവും. ഇങ്ങനെയുള്ള നമുക്ക് പരിചയമില്ലാത്ത മനുഷ്യർ, അപരിചിതരായ മനുഷ്യരെ സുപരിചിതരാക്കുന്ന, അകലെയുള്ളവരെ അയൽക്കാരാക്കി മാറ്റുന്ന, മനുഷ്യരുടെ ഹൃദയങ്ങൾക്കിടയ്ക്ക് പൊളിയാത്ത പാലങ്ങൾ നിർമ്മിക്കുന്ന ഒന്നാണ് എഴുത്ത്, പുസ്തകം, സാഹിത്യം.
അതുകൊണ്ട് ഇന്നത്തെ മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ നടക്കുന്നു, മനുഷ്യരെ അന്യോന്യം വെറുപ്പ് വളർത്താൻ ശ്രമിക്കുന്നു, മനുഷ്യരെ അന്യോന്യം പതിയിരുന്ന് കൊല്ലാൻ പരിശീലിപ്പിക്കുന്ന ദുഷ്ടകൂട്ടങ്ങൾ നാട്ടിൻപുറങ്ങളിലും നഗരങ്ങളിലുമൊക്കെ ആധിപത്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഈ പുസ്തകം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിരോധം മാത്രമല്ല, ഒരു കൗണ്ടർ അറ്റാക്ക്, ഒരു പ്രതിഷേധത്തിന്റെ, ഒരു പ്രതിപ്രവർത്തനത്തിന്റെ ഫലപ്രദമായ ആയുധമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആയുധം കയ്യിലെടുക്കൂ, ഇത് വെട്ടാനുള്ളതല്ല, ഇത് കുത്താനുള്ളതല്ല, ഇത് കൊല്ലാനുള്ളതല്ല, ഇത് സ്നേഹിക്കാനുള്ളതാണ്, ഇത് സഹായിക്കാനുള്ളതാണ്. അതാണ് അശോകന്റെ അശോകൻ ചെയ്തിരുന്ന പ്രവർത്തനം തൻ്റെതായ രീതിയിൽ വളരെ ഈ നാട്ടിൽ വിനീതമായ രീതിയിൽ നടത്തിക്കൊണ്ടിരുന്ന ഈ പരസ്പര സ്നേഹത്തിന്റെ ഒരു സംസ്കൃതി ഉണ്ടല്ലോ, അത് മാഞ്ഞു പോകാൻ സൂക്ഷിക്കാൻ പറ്റുന്ന ഉചിതമായിട്ടുള്ള ഒരു സ്മാരകമാണ് ഈ വായനശാല എന്ന് ഞാൻ വെറുതെ പറഞ്ഞല്ല. അതുകൊണ്ട് തന്നെ ഈ വായനശാലയുടെ യോഗത്തിൽ ഈ നാട്ടിൻപുറത്ത് വന്നു എന്നുള്ളത് ഞാൻ മോശമായ അല്ലെങ്കിൽ ഇത്രയും പരിഷ്കാരമില്ലാത്ത, ഇത്രയും സൗകര്യമില്ലാത്ത പട്ടിക്കാട്ടിനാ വരുന്നത് കേട്ടോ. എന്റെ നാട്ടിൻപുറം എന്ന് പറഞ്ഞാൽ ഇതിലേറെ റോഡുമില്ല, ഒന്നുമില്ല. ഇപ്പോഴല്ല, എന്റെ ചെറുപ്പത്തിൽ ഒന്നുമില്ലാത്തൊരു സ്ഥലത്താണ് ഞാൻ വന്നത്. അപ്പോ അങ്ങനെയുള്ള ഗ്രാമങ്ങളിൽ ആണ് ഈ കേരളം മാറിയത് മുഴുവൻ നല്ലതാണോ, പോയത് മുഴുവൻ പോണ്ടതാണോ, വന്നത് മുഴുവൻ വരേണ്ടതാണോ എന്ന ചോദ്യമൊക്കെ വേറെ. പക്ഷെ വലിയ മാറ്റങ്ങളുണ്ട്. ഈ മാറ്റങ്ങളെ നമുക്ക് സ്വീകരിക്കാതിരിക്കാൻ നിർത്തിയില്ല. ഈ മാറ്റങ്ങളിൽ നമുക്ക് അമ്പരന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഡയലോഗിൽ എഴുതിയില്ലേ, എഴുതിയ ഇടിവെപ്പുകളെല്ലാം പോകിലും പുതിയൊരു നാട് നമ്മുടേതാകാം, അസംഖ്യം തോഴന്മാർ. പഴയ ഇടിവെപ്പുകളൊക്കെ നഷ്ടപ്പെട്ടാലും പുതിയൊരു നാടും അസംഖ്യം പുതിയ സുഹൃത്തുക്കളും സ്നേഹിതന്മാരും സഹോദരന്മാരും നമുക്കുണ്ടാവും എന്ന മനോഹരമായ പ്രതീക്ഷയാണ് ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെ സ്പർശനക്ഷമമായ രീതിയിൽ തൊടാൻ പറ്റുന്ന രീതിയിൽ മൂർത്തമായി നിൽക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അശോകന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അടുത്തതായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഫസർ എം നാരായണ സർ തവണ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമിയുടെ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വിവരം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അദ്ദേഹത്തിന് ഒരു ആദരവ് കൊടുക്കുന്ന ഒരു മിനിമം പരിപാടിയെങ്കിലും നമ്മൾ ചെയ്യണമല്ലോ. അത്തരത്തിലൊരു പരിപാടിയും കൂടെ നമ്മളിവിടെ പ്ലാൻ ചെയ്ത് സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് അദ്ദേഹത്തെ ഒരു പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കുമാരേട്ടനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് അദ്ദേഹത്തിന് ഒരു ചെറിയൊരു ഉപഹാരം കൂടെ കൊടുക്കുന്നുണ്ട്. ഉപഹാരം ഈ മൊമെന്റോസ് ഒക്കെ കൊടുത്ത് ആകെ കഷ്ടത്തിന് വീട്ടിലത് വെക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ടൊരു പുതിയൊരു ഐറ്റമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സ്നേഹത്തോടെ അത് സ്വീകരിക്കുക. അടുത്തതായിട്ട് നമ്മുടെ അശോക ഗ്രന്ഥശാലയുടെ ആദ്യത്തെ മെമ്പർഷിപ്പ് ഈ വേദിയിൽ വെച്ചിട്ട് നൽകുകയാണ്. ആദ്യത്തെ മെമ്പറായിട്ട് വരുന്നത് പ്രിയപ്പെട്ട അശോകന്റെ മകളായിട്ടുള്ള അനീന അശോകാണ്. അനീന അശോകനെ മെമ്പർഷിപ്പ് വാങ്ങുന്നതിലേക്കിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രൊഫസർ എം നാരായണ സാറാണ്. ഇത് പ്രതീകാത്മകമായിട്ടുള്ള ഒരു മെമ്പർഷിപ്പ് വിതരണമാണ്. അങ്ങനെ ആദ്യത്തെ മെമ്പർഷിപ്പ് അനീന അശോകൻ നൽകിയിട്ടത്
അതിനെ സ്വീകരിച്ചു. അടുത്തതായിട്ട് പുസ്തകം ഈ അശോകന്റെ കുടുംബത്തിലെ എല്ലാവരും നിരവധി പുസ്തകങ്ങൾ ഈ അവസരത്തിൽ നൽകിയിട്ടുണ്ട്. അത് നൽകുന്നതിന് വേണ്ടിയിട്ട് അശോകന്റെ പ്രിയപ്പെട്ട പുത്രനെ ക്ഷണിച്ചുകൊള്ളുന്ന അഭിനന്ദ് വേദിയിലേക്ക് വരിക. അവന് പഠനവുമായി ബന്ധപ്പെട്ട് പരീക്ഷയിലൊക്കെ തിരക്കുള്ളതാണ്, ഇപ്പൊ പോയിട്ടുണ്ടാവും. അപ്പൊ അത് കൊടുക്കുന്നതിന് അശോകന്റെ ചേച്ചിയായിട്ടുള്ള സുമിത്ര ചേച്ചിയും നല്ല ചേച്ചിയും കൂടി ക്ഷണിക്കും. കൗസല്യേച്ചും ലീലേച്ചും കൂടെ ഒപ്പം കൂടെ വരണമെന്ന് അഭ്യർത്ഥിക്കും. സത്യന പുസ്തകങ്ങള്, അവരെ കുടുംബത്തിന്റെ സ്നേഹ ഉപഹാരമായ പുസ്തകങ്ങള് സത്യൻ ഏറ്റുവാങ്ങി. അഭിനന്ദ് വേദിയിലേക്ക് ഒന്ന് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അഭിനന്ദ് ഇനി ഈ വേദിയിൽ വെച്ചിട്ട് കുറെ പേരും കൂടെ പുസ്തകം നൽകുന്നുണ്ട്. അവരെ പിന്നീട് വിളിക്കും. ഈ പരിപാടിയുടെ ഒരു പ്രധാന അജണ്ടയായിട്ടുള്ള അശോകൻ അനുസ്മരണത്തിന് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ സഖാവുമായ ശ്രീ സത്യനെ ക്ഷണിച്ചുള്ളൂ. പക്ഷെ ഈ ഗ്രാമത്തിലെ എല്ലാവരും നല്ല ഒരു സന്തോഷം നിറഞ്ഞൊരു ദിവസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓർമ്മിക്കാൻ വേണ്ടി വ്യത്യസ്തങ്ങളായ പല പ്രവർത്തനങ്ങളും നമ്മുടെ നാട്ടിൽ സാധാരണയായി കാണാറുണ്ട്. സ്മാരകങ്ങൾ പണിയാറുണ്ട്. അതുപോലെ തന്നെ അന്നേ ദിവസം പല വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾക്ക് പ്ലാൻ ചെയ്യാറൊക്കെയുണ്ട്. ഇവിടെ മാഷ് ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സൂചിപ്പിച്ച പോലെ ഒരു കാലത്തിലും അവസാനിപ്പിക്കാനാകാത്ത ഏറ്റവും മഹത്വരമായ ഒരു പ്രവർത്തനമാണ് അശോകന്റെ പ്രിയങ്കരായിട്ടുള്ള സുഹൃത്തുക്കൾ ചേർന്ന് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അശോകന്റെ പേരിൽ തന്നെ അശോകന്റെ സ്മരണാർത്ഥം ഇവിടെ ഒരു വായനശാലയ്ക്ക് രൂപം കൊടുത്തിരിക്കുകയാണ്. ഏകദേശം 1000-ലധികം വരുന്ന പുസ്തകങ്ങൾ ഇന്ന് തന്നെ ഇതിന്റെ ഷെൽഫിൽ കയറി 1000-ലധികം വരുന്ന പുസ്തകങ്ങൾ ഒരു വായനശാലയിലേക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു ഗ്രാമപ്രദേശത്തെ അശോകന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെല്ലാവരും കൂടി ചേർന്ന് പ്ലാൻ ചെയ്യുമ്പോൾ ഇത്ര വേഗം ഇത്രയും മനോഹരമായിട്ട് ഇത് സംഘടിപ്പിക്കാനാകുമോ എന്ന് ഒരു സംശയം നമുക്കുണ്ടായിരുന്നു. ആ സംശയം എങ്ങനെയാണ് ദൂരീകരിക്കപ്പെടുന്നതെന്ന് പറയുമ്പോൾ അശോകന്റെ പ്രവർത്തനം അങ്ങനെയായിരുന്നു.
ഇപ്പോഴത്തെ കാലത്ത് ഒരുപക്ഷെ ഈ സഹായങ്ങൾ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ ഇത് കാണാൻ എന്താണ് മാർഗം എന്ന് നോക്കി അതിനനുസരിച്ച് പ്രചാരണങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. എന്നാൽ അശോകൻ അങ്ങനെ ഒരു പ്രചാരണങ്ങൾ സംഘടിപ്പിച്ചോ ഒന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സേവന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മറ്റ് സഹായങ്ങളെല്ലാം നിർവഹിച്ചിരുന്നത് വളരെ സൈലൻ്റായാണ് അത്തരം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിരുന്നത്. പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നല്ല ഉച്ചത്തിൽ കൃത്യമായി എവിടെയും അവതരിപ്പിക്കും. എത്രയോ കുട്ടികൾക്ക് സഹായം നൽകുന്നത് ഞാനും അശോകൻ തനിച്ചായിരുന്നു. അശോകനത് ആരോടും പറഞ്ഞിരുന്നില്ല. അത് നമ്മളങ്ങനെ ആരോടും പറയേണ്ടതില്ല എന്ന് തീരുമാനിക്കും. ചില യോഗങ്ങളിൽ ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ യോഗത്തിൽ ഒരുപക്ഷെ അപ്പോൾ അതിനെക്കുറിച്ച് മറുപടിയൊന്നും പറയില്ല. പിന്നെ രാത്രിയിൽ വിളിച്ച് ആ കക്ഷിയെ നമുക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റുക, നമുക്കൊന്ന് ആലോചിക്കാം എന്നാണ് പറയാറ്. അത് ആലോചിക്കാമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അശോകന്റെ ഒരു ദിനം ആരംഭിക്കുന്നത് നമ്മളിൽ പലരിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. ഏറ്റവും നേരത്തെ ഒരുപക്ഷെ ഈ പല യോഗങ്ങളിലും നമ്മൾ പറയാറുണ്ട്, ആദ്യം എഴുന്നേൽക്കുന്നതും അവസാനം ഉറങ്ങുന്നതും നമ്മുടെ വീട്ടിലെ അമ്മമാരോ അല്ലെങ്കിൽ സഹോദരിമാരൊക്കെയാണെന്ന്. അതാണ് ഭൂരിപക്ഷം അങ്ങനെയായിരിക്കാം. പക്ഷെ അശോകന്റെ വീട്ടിൽ അശോകനാണ് ആദ്യം എഴുന്നേൽക്കുന്നതും ഏറ്റവും അവസാനം ഉറങ്ങുന്നതും. അത് അശോകന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിനിടയിലാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നത് എന്നാണ്. എത്രയും കുറഞ്ഞ സമയം കിട്ടിയാലും ഇങ്ങനെ മനുഷ്യരെ സഹായിക്കാൻ ആവശ്യമായ സമയം കണ്ടെത്താൻ, കാലത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ആശയങ്ങളെ ജനങ്ങളിലേക്ക് എത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടാണ് അശോകന്റെ ജീവിതത്തിൽ ഭൗതികമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയിരുന്ന ഒരാളാണ്. ഒരിക്കലും അദ്ദേഹം ഒരു വിശ്വാസത്തിൻ്റെ പാതയിൽ അങ്ങനെ വിശാലമായി സഞ്ചരിച്ചിട്ടില്ല. വിശ്വാസികളായവർ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്, അവിശ്വാസികൾ പ്രിയപ്പെട്ടവരാണ് എല്ലാമായും. അങ്ങനെ ഒരു കാര്യത്തിൽ ഒരു വഴിയിൽ സഞ്ചരിച്ച ആളുമല്ല. അത്ഭുതം തോന്നും വിധമാണ്. നമുക്ക് ഒരുപക്ഷെ അവരെക്കാൾ സമയമുള്ള അശോകന്റെ ജീവിതത്തിൽ അശോകൻ പുലർത്തിയിരുന്ന അല്ലെങ്കിൽ നിർബന്ധിതമായി ചെല്ലേണ്ടുന്ന സമയങ്ങൾ കണ്ടാൽ ഒരുപക്ഷെ നമുക്കത് ചിന്തിക്കാൻ കഴിയില്ല. അത്രയേറെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യും. പക്ഷെ അശോകൻ എത്തേണ്ടടുത്ത് കൃത്യമായിട്ട് എത്തും. മക്കളുടെ കാര്യത്തിൽ ഒരുപക്ഷെ എൻ്റെ മോളടക്കം വരുന്നവർ അശോകനെ അച്ഛൻ എന്ന മാതൃകയായിട്ട് അവതരിപ്പിക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് അവർ പറയുമ്പോഴാണ്, വെറുതെ പറയുന്നതല്ല. മക്കളോടൊരച്ഛൻ എങ്ങനെയാണ് അവർക്ക് ഭക്ഷണം, രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ, അതുവഴി അറിയാതെ തന്നെ ഈ പറയുന്നവരൊക്കെ അച്ഛനായി അശോകനെ കാണുന്ന സ്ഥിതി. നമ്മളേറെ തിരക്കുള്ളവരാണെന്ന് മനസ്സിലാക്കി ട്യൂഷനിൽ നിന്ന് മോളെ എടുത്ത് വീട്ടിലെത്തിച്ചു കൊണ്ടുവരുന്ന ചില ഘട്ടങ്ങളിൽ ജനുവാണ് അത് നിർവഹിച്ചിരുന്നത്. ഞാൻ അത്ഭുതപ്പെടാറുണ്ട്, എങ്ങനെയാണ് ഈ സമയം ഒരു KSFBയിലെ കുറിപിരിവുകാരനായ, അത് പരമാവധി അതിൽ നിന്ന് ലഭിക്കുന്ന തുക കൊണ്ട് ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണം. അതോടൊപ്പം നേരത്തെ പറഞ്ഞ കുടുംബത്തെ കാര്യങ്ങൾ നടക്കുന്നതിന് തുല്യമായി പ്രയാസം അനുഭവിക്കുന്നവർക്ക് എത്ര പുസ്തകങ്ങളാണ് ഓരോ ഇയറിലും മൂക്കുതല ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരും അറിയാതെ തന്നെ എത്തിച്ചു കൊടുത്തിരുന്നു. പരസ്യമാക്കാതെയാണ് അത്. സാമ്പത്തിക സഹായം, പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി
5-ലധികം വരുന്ന പുസ്തകങ്ങൾ എനിക്ക് പല ഘട്ടങ്ങളിലും കൊണ്ടുവരും. സമയം കിട്ടുമ്പോൾ വായിക്കും, നന്നാവും. ചില നിർദ്ദേശങ്ങൾ തരും. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുക, അശോകൻ ഇവിടെ ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്, ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നമുക്ക് അപ്പോഴാണ് അത്ഭുതപ്പെടുന്നത്. ഈ നിലയിൽ ഒരുപാട് സുഹൃത്തുക്കളെങ്കിൽ ഞാൻ വിദ്യാഭ്യാസ സമയത്ത് പരിചയപ്പെട്ട ഒരാളല്ല. കുറച്ചുകൂടെ പക്വതയോടുകൂടി പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോഴാണ് അശോകനെ പരിചയപ്പെടുന്നത്. വിദേശത്ത് നിന്ന് നാട്ടിൽ നിൽക്കുന്ന ഘട്ടമല്ല, എത്രയോ കാലത്ത്, ദീർഘകാലത്ത് ബന്ധത്തിൻ്റെ ഒരു തീക്ഷ്ണതയിലേക്ക് ആ ബന്ധം മാറുന്നത്. അത് അശോകനെ സംബന്ധിച്ച് നമുക്കുണ്ടാകുന്ന, അല്ലെങ്കിൽ അശോകനെ ഒരാൾ എങ്ങനെയൊക്കെ ആകാം, പ്രത്യേക ആശയങ്ങളുണ്ട്. ഇപ്പം ജ്വാല ഓണത്തിന് ഒരുമിച്ച് ഉണ്ണണം, ഒരുമിച്ചിരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അശോകൻ്റെ ഒരു ആഗ്രഹമാണ്. അങ്ങാടിയിൽ ഓണത്തിൻ്റെ അന്ന് ഞങ്ങൾ സദ്യ വെച്ചു. അത് ഭയങ്കരമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത അശോകനാണ്. അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിലും അതെല്ലാ കാര്യത്തിലും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. എന്ന് വെച്ചാൽ ഓണത്തിൻ്റെ അന്ന്, തിരുവോണത്തിൻ്റെ അന്ന് അങ്ങാടി സദ്യ ഒരുക്കി. അതിന് വലിയ പിന്തുണയാണ്, വലിയ സഹായമാണ്. അപ്പോൾ ഓരോന്നും ശ്രദ്ധിക്കും, സൂക്ഷ്മമായി ശ്രദ്ധിക്കും. ഈ ഓട്ടത്തിലിടയിൽ തിരക്ക് പിടിച്ച് ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടിയിട്ട് പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എല്ലാം ശ്രദ്ധിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അതോടൊപ്പം കുട്ടികളുടെ കൂടെയും കുട്ടികളുടെ സുഹൃത്തുക്കളുടെ കൂടെയും ആവശ്യമായ വിധത്തിലുള്ള കൂട്ടുചേരാനും അവർക്കൊപ്പം നിൽക്കാനും അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനും ഇങ്ങനെ സൂക്ഷ്മമായ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ചു വരുന്ന ഒരാളായി അശോകൻ മാറുന്നു. വായനയുടെ ഭാഗമാണ്. സ്കൂളിൽ PTA ആണെങ്കിൽ, ക്ലാസ് PTA ആണെങ്കിൽ അവിടുത്തെ ക്ലാസ്സിനെ സംബന്ധിച്ച് വിലയിരുത്തി ആദ്യവും കൃത്യമായി സംസാരിക്കുന്ന ആൾ അശോകനായിരിക്കും. അത് ഏറ്റവും സൗഹൃദം ഉണ്ടെങ്കിലും അത് കൃത്യമായി മുഖത്തു നോക്കി അവർ ഈ കാര്യങ്ങൾ പറയുന്ന ഒരു രീതി അത്ഭുതപ്പെടുത്തി പോയിരുന്നു. അത് ഏറ്റവും സൗഹൃദമുള്ള മാഷന്മാരാണെങ്കിലും ആ ക്ലാസ്സിനെ സംബന്ധിച്ചും ആ ക്ലാസ്സിലെ കുട്ടികളുടെ ഈ ക്ലാസ് എങ്ങനെ ശ്രദ്ധിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയും. ഇങ്ങനെ പഠനരംഗത്ത്, സാഹിത്യരംഗത്ത്, കലാരംഗത്ത്, മനുഷ്യനെ സഹായിക്കുന്ന മേഖലകളിൽ, അതുപോലെ പൊതുപ്രവർത്തന രംഗത്ത്, പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം, പാർട്ടി സംവിധാനത്തിനകത്ത് സാധാരണ ഒരു പാർട്ടി അംഗമായി നിൽക്കുമ്പോഴും യോഗങ്ങൾക്കെത്താനും യോഗത്തിലെത്തിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും കാര്യങ്ങൾ കൃത്യമായി പറയാൻ ഒക്കെ അശോകൻ പ്രത്യേകമായിട്ട് ശ്രമം നടത്തുകയും അതിലിടപെടുകയും ചെയ്തു. ഇങ്ങനെ സൂക്ഷ്മമായ തലങ്ങളിൽ സർവതല സ്പർശിയായി ഏറ്റവും കൂടുതൽ മനുഷ്യന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി നമുക്കിടയിലൂടെ ഇത്തരം പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ അസമയത്ത് അസ്തമയം ഉണ്ടാകുന്നത് പോലെ വല്ലാത്തൊരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു വിടവാങ്ങൽ ഉണ്ടാവും. എന്തെന്നെ പറഞ്ഞാലും ഈ സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും അതിനൊരു പരിഹാരം എന്നത് അസാധ്യമാണ് എന്ന കാര്യം നമുക്കറിയാം. അതുകൊണ്ട് ഭംഗിവാക്കായി നമ്മൾ കൂടെ ഉണ്ടാകും ഒക്കെ പറയാന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാനാവില്ല. അതൊരു വലിയ വിയോഗം തന്നെയാണ്. അത് മനസ്സിലമർത്തിയാണ് ഇപ്പോഴും ഈ വേർപാട് അംഗീകരിക്കാനാവാത്ത വിധമാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും പ്രിയങ്കരായിട്ടുള്ള ബന്ധുക്കളും ഒക്കെ ഉള്ളത്. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും അശോകൻ്റെ പേരിലുള്ള വായനശാല, അശോകനെ അറിയാൻ ഈ നാട്ടിലെ ആളുകൾക്ക് അതുകൊണ്ട് സാധ്യമാകും. അശോകൻ്റെ പേരിലുള്ള ഈ വായനശാല എപ്പോഴും കാൽപ്പെരുമാറ്റമുള്ളൊരു വായനശാലയായിരിക്കും. ആളുകൂടെ വരും, കുറച്ചാളുകളെങ്കിലും വായിക്കും. വായനയിൽ നിന്ന് അകന്നു എന്ന് ഞാൻ പറയുന്നില്ല. വായനയുടെ പുതിയ തലത്തിലേക്ക് ആളുകൾ മാറുന്നൊരു ഘട്ടമാണ്. നേരത്തെ പറഞ്ഞ ഈ വായന നമ്മുടെ കയ്യിലുള്ള മൊബൈലിൽ എല്ലാം കിട്ടുന്നൊരു സാഹചര്യം ഇതൊക്കെയാണെങ്കിൽ പോലും വായനശാലകളിലേക്ക് മുമ്പത്ര പോലെ ആളുകൾ വരുന്നില്ല എന്ന വിമർശനം നിൽക്കുന്നുണ്ടെങ്കിലും വായനശാലകൾ അനിവാര്യമാണെന്നും വായനശാലകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ എപ്പോഴും ഓരോ നാടും
നല്ല പ്രാധാന്യവും നല്ല റെസ്പെക്റ്റും അതിന് നൽകുന്നുണ്ട് എന്നതുകൂടി നമുക്ക് കാണാനാകും. കൂടുതൽ വായനശാലയൊന്നുമുള്ള ഒരു നാടല്ല നമ്മുടെ നല്ലമുക്ക്. എന്നാൽ ഇങ്ങനെ ചില ഗ്രാമങ്ങളിൽ ഇത്തരത്തിലുള്ള വായനശാലകൾ വരുന്നതിന് അശോകന്റെ പേരിലുള്ള ഒരു വായനശാലയുടെ രൂപീകരണത്തോടെ മറ്റു തലങ്ങളിലും ഇങ്ങനെയുള്ള ചില ഇടങ്ങൾ, ഗ്രാമപ്രദേശങ്ങളിലെ പൊതു ഇടങ്ങൾ, എല്ലാവർക്കും ഒരുമിച്ചിരിക്കാവുന്ന ഒരു സ്പേസ്, ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറത്ത് അറിവ്, ലോകത്തിന്റെ മുന്നേറ്റങ്ങൾക്ക് ഇത്തരത്തിലുള്ള വായനകൾ ചെയ്യുന്ന സാധ്യമായ സാഹചര്യങ്ങൾ, അതുകൊണ്ട് തന്നെ പുതിയ കാലത്തേക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന വായന സാധ്യമാകുന്ന ഒരു സ്പേസാണ് അശോകന്റെ പേരിലൂടെ ഒരുങ്ങിയിട്ടുള്ളത്. വളരെ വളരെ ഉചിതമായ, അശോകൻ എന്ന് പറയുന്ന മനുഷ്യസ്നേഹിയുടെ എല്ലാ മേഖലയിലും ഇടപെട്ടിരുന്ന ഒരാളുടെ സ്മരണയ്ക്കായി അവരുടെ സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് അതിന് നേതൃത്വം കൊടുക്കുന്ന ജ്വാലയുടെ സ്വന്തമായ സ്ഥലത്ത് ഒരിക്കലും മാഞ്ഞു പോകാത്ത വിധം, എടുത്തെവിടേക്കും മാറ്റേണ്ട സാഹചര്യമില്ലാത്ത വിധം കൃത്യതയോടെ ആ സ്ഥലത്ത് തന്നെ വളരെ ഉചിതമായ ഒരു സംഭവ സ്മാരകം തന്നെയാണ് ഈ വായനശാലയായിട്ട് ഇവിടെ മാറിയിട്ടുള്ളത്. ഈ വായനശാലയുടെ പ്രവർത്തനങ്ങളിൽ പിന്നിൽ കൃത്യമായി പ്രവർത്തിച്ചവരുണ്ട്. സുരേഷ് അടക്കം വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരും എല്ലാറ്റിനും ഒരു നേതൃത്വപരമായ പക്വതാപരമായ പങ്ക് തീർച്ചയായിട്ടും അതിന് വഹിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള പേരെടുത്ത് പറയാത്ത എല്ലാവരും അവരുടെ സാധ്യതയുടെ മാക്സിമം ഈ വായനശാല, ജ്വാല തുടങ്ങിയിട്ടുള്ളതിൻ്റെ പ്രവർത്തനങ്ങൾ കുഞ്ഞുകുട്ടി മുതൽ മുതിർന്നവർ വരെ അതിന് നേതൃത്വപരമായ പങ്കുവഹിച്ചിട്ടുണ്ട്. അവരെ ഹൃദയത്തോട് ചേർത്ത് അഭിനന്ദിക്കുകയും വളരെ സന്തോഷത്തോടു കൂടി ഈ വായനശാലയുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നു. അതോടൊപ്പം ഏറ്റവും വേദനാജനകമായ ചില ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കാലത്ത് നമുക്ക് അവരെ കൂടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞ നല്ല ഓർമ്മകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. തീർച്ചയായിട്ടും ആ കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട മുഴുവൻ ആളുകളെയും ഈ വായനശാലയുടെ കൂടെ ഒത്തുകൂടിയവരും പ്രസ്ഥാനവും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും, രക്ഷിതാവിനെ പോലെ എന്നൊരുറപ്പും ആ കുടുംബത്തിന് നൽകിക്കൊണ്ട് ഈ അശോകന്റെ പേരിലുള്ള വായനശാലയുടെ ഭാഗമായ അനുസ്മരണ പരിപാടി പങ്കെടുക്കാൻ ക്ഷണിച്ചവരോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് ഈ ചടങ്ങിന് ആശംസ നേരുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട നന്നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിസ്രിയാസ് സൈഫുദ്ദീനെ ക്ഷണിക്കുന്നു. അശോകൻ ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ച പ്രിയപ്പെട്ട അധ്യാപകൻ, എൻ്റെ അധ്യാപകനും കൂടിയായിട്ടുള്ള MM നാരായണൻ മാഷ്, വേദിയിലിരിക്കുന്ന സത്യേട്ടനടക്കമുള്ള ബഹുമാന്യരെ, ഏറെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ജ്വാല സാംസ്കാരിക നിലയം വളരെ കുറച്ച് നാളുകൾക്ക് മുൻപാണ് സ്വന്തമായി സ്ഥലം വാങ്ങി ഇത്തരമൊരു കെട്ടിടത്തിലേക്ക് മാറുകയും വളരെ നല്ല രീതിയിൽ ഈ പ്രദേശത്തെ യുവാക്കൾക്കിടയിലും മുതിർന്നവർക്കിടയിലും ഒക്കെ തന്നെ ഇടപെട്ടുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ളത്. പഞ്ചായത്തിന്റെ കേരളോത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടൂർണമെന്റുകൾ അടക്കം ജ്വാല സാംസ്കാരിക നിലയം ഇവിടെ നടത്താറുണ്ട്. ഒരു പ്രദേശത്തെ തന്നെ മാറ്റുന്ന രീതിയിൽ ഇപ്പോ പുതിയൊരു വായനശാല കൂടി വന്നിരിക്കുകയാണ്. സംവിധാനങ്ങൾ എത്ര തന്നെ വർദ്ധിച്ചാലും പുസ്തകങ്ങൾ മറിച്ചുകൊണ്ടുള്ള വായന, ആ വായനയുടെ അത്ര സുഖം നമുക്കൊരു ഈ വായനയ്ക്കും ലഭ്യമാക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോ സർക്കാർ തന്നെ വായനാശീലമുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ വായിക്കുന്ന കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മൾ ഇതിനോടകം പത്രങ്ങളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഒക്കെ തന്നെ നമ്മുടെ ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രി ഇതിനെക്കുറിച്ച് പറഞ്ഞത് കേട്ടിട്ടുള്ളതാണ്. അത്തരത്തിൽ കുട്ടികളിലൂടെ വായനാശീലം വളർത്തുകയും
അതിലൂടെ നല്ലൊരു സാംസ്കാരികമായിട്ടുള്ള സമൂഹത്തെ വളർത്തിയെടുക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്തിലാണ് ജ്വാല സാംസ്കാരിക നിലയം ഇത്തരം ഒരു വായനശാലയ്ക്ക് രൂപം കൊടുത്തിട്ടുള്ളത്. അതും ഏറെ പ്രിയപ്പെട്ട അശോകേട്ടൻ്റെ പേരിലുള്ള വായനശാല. ഈ വായനശാലയുടെ തുടർന്നുള്ള പ്രവർത്തനത്തിനും ഇനിയും മുൻപോട്ടുള്ള ജ്വാല സാംസ്കാരിക നിലയത്തിൻ്റെ പ്രവർത്തനത്തിനുമൊക്കെ കൂടെ ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ എല്ലാവിധ ആശംസകളും ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും അഭിവാദ്യവും ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. അടുത്തായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി കരുണാകരനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏറ്റവും വേദനാജനകരമായ ഒരു ദിനം കൂടിയാണെന്ന് ഒരു ആഗസ്റ്റ് 14 തീയതി നമ്മുടെ കൂടെ നമ്മുടെ ഇടയിൽ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന, നമ്മളറിയാതെ നമ്മൾ പിന്നിൽ നിന്ന് അങ്ങനെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും മരിച്ചു പോകുന്നവരുടെ നന്മയായ പ്രവർത്തനങ്ങൾ തീർച്ചയായും അവരുടെ വീട്ടുകാർ മാത്രമല്ല ഒരു സമൂഹം മൊത്തം ഏറ്റെടുക്കുന്നത് അവർ സ്വപ്നം കാണുന്ന രാഷ്ട്രീയ നിലപാടുകളും സാമൂഹ്യപരമായ കാഴ്ചപ്പാടുകളും കൂടിയാണ്. അതുകൊണ്ടാണ് ഈ കോരിച്ചെറിയുന്ന കണ്ണീർ മഴയത്തുമ്പോൾ ഒരു ദുഃഖം പോലെ ഇടവിട്ട് പോയുന്ന കണ്ണീർ മഴയത്തും മടിച്ചിരിക്കാതെ ഇങ്ങനെ ഒരു പരിപാടിക്ക് ഇത്രയും ആളുകൾ വന്നെത്തിയത് പ്രിയപ്പെട്ട അശോകനെ അത്ര കണ്ട് അവർ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ഒരാൾ നമ്മളെ ഇവിടെ പറഞ്ഞു പോകുമ്പോൾ അദ്ദേഹം കണ്ട സ്വപ്നങ്ങൾ അത് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം. അതിന് തീർച്ചയായും അറിവൊരു പ്രധാനമാണ്. നേരത്തെ മാഷ് പറഞ്ഞ പോലെ എല്ലാവരും ഡിജിറ്റൽ യുഗത്തിലാണ്. പുസ്തകങ്ങളൊക്കെ വായന കുറവാണ്, വായിക്കുന്നത് ഡിജിറ്റലാണ്. ആ കാലത്തും ഒരുപാട് പുസ്തകങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സമ്പന്നമായിട്ടുണ്ട് അതിൻ്റെ റാക്കിനകത്ത്. അശോകേട്ടൻ്റെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട സഖാവ് അശോകന്റെ ആ രീതിയിലുള്ള സ്വപ്നങ്ങളും കൂടി പൂർത്തീകരിക്കാൻ നിങ്ങൾ നാളെയും ഇവിടെ ഉണ്ടാവണം. തീർച്ചയായും അശോകേട്ടന് നഷ്ടപ്പെട്ട, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നഷ്ടപ്പെട്ട ആ ഒരു വിടവ് നികത്താൻ ഒരു പക്ഷേ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ ഓർമ്മകളോട് കൂടെ സഞ്ചരിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ശ്രീ അജയ് ഘോഷിനെ ക്ഷണിക്കുന്നു. പാർട്ടി ഗവൺമെന്റ് സെക്രട്ടറിയാണ് ശ്രീ അജയ് ഘോഷിനെ ക്ഷണിക്കുന്നു. യോഗത്തിന്റെ അധ്യക്ഷൻ, അതുപോലെ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട മാഷ്, അതുപോലെ സത്യേട്ടൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രകാശേട്ടൻ, ബ്ലോക്ക് മെമ്പർ കരുണാട്ടൻ തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, അശോകേട്ടനെ കുറിച്ച് വളരെ വ്യക്തതയോടുകൂടി തന്നെ നമുക്ക് നമ്മുടെ മനസ്സലിയിക്കുന്ന ഒരു അശോകേട്ടൻ. ആ അശോകേട്ടനെയാണ് സത്യേട്ടൻ ഇവിടെ ശരിക്കും നേരത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലും സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിലും വിവരിച്ചത്. അദ്ദേഹം അങ്ങനെയായിരുന്നു. അദ്ദേഹം ഒരു പ്രത്യേക കാര്യത്തിൽ മാത്രം കൂറ് പുലർത്തുന്ന വ്യക്തിത്വമായിരുന്നില്ല. സമൂഹത്തിനോടും തൊഴിലിനോടും അതേപോലെ തന്നെ കുടുംബത്തിനോടും ഒരേപോലെ അവസാനം വരെയും അങ്ങനെയായിരുന്നു. ഇപ്പൊ ഈ അശോകേട്ടൻ നമ്മളെ വിട്ടുപോകുന്ന ഇതിന്റെ 2 ദിവസം മുമ്പ് ചക്രവളത്ത് വെച്ച് നടന്നിരുന്ന ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അശോകേട്ടൻ കയറി വരികയാണ്. വളരെ സ്പീഡിൽ വന്ന് കത്തിച്ച് മുകളിലേക്ക് കയറി വന്നിട്ട് പറഞ്ഞു, ഒന്ന് റൗണ്ട് അടിച്ച് വരാൻ അല്ലെങ്കിൽ ഒന്ന് ഒപ്പിട്ട് പോണ്ടിട്ടാണ്. പക്ഷെ സമയത്തിന് എത്തുക എന്നുള്ളത് അദ്ദേഹം അവിടെ നടത്തും ചെയ്തു. അവിടെ തുടങ്ങാൻ ഒരു 1/4 മണിക്കൂറും കൂടി വരും എന്ന് മനസ്സിലാക്കിയപ്പോൾ എന്നാ ഒരു കുറച്ച് സ്ഥലം കൂടി കവർ ചെയ്യാം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആ എന്തിനോട് ഏതൊക്കെ മേഖലകളിൽ ഇടപെടുന്നുണ്ടോ അതിനോട് 100% കൂറ് പുലർത്തുന്ന ഒരു വ്യക്തിത്വം. വളരെ ചെറിയൊരു അടുപ്പം മാത്രമാണ്, ചെറിയൊരു കാലത്തെ പരിചയം മാത്രമാണ് ഞാനും അദ്ദേഹവുമായിട്ട് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ആ അനുഭവങ്ങൾ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ
നമ്മളിലെ എന്തെങ്കിലും കരടുണ്ടെങ്കിൽ ആ കരടെടുത്ത് കളയാൻ പറ്റാവുന്ന രീതിയിലേക്കുള്ള പ്രചോദനം നൽകാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് ഈ സമയത്ത് ഞാൻ ഓർക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വായനശാലയ്ക്ക് ആ വായനശാലയുടെ പേര് അദ്ദേഹത്തിന്റെ പേരായി വരണമെന്ന് ആഗ്രഹിച്ച ഇവിടുത്തെ ഒരു വലിയൊരു കൂട്ടമുണ്ട്. ജ്വാലയായി ഈ പ്രദേശത്ത് 10-20 വർഷമായിട്ട് പടർന്ന് ജ്വലിച്ചു നിൽക്കുന്ന ഒരു സമിതിയാണ്. വലിയ പ്രതീക്ഷ തന്നെയാണ് ആ സമിതി ഈ പ്രദേശത്തുകാർക്ക് ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരണം പ്രവർത്തനങ്ങൾക്ക് അത്രയും ചിട്ടയായ പ്രവർത്തനം കണ്ടു വളർന്ന ഒരാളും കൂടിയാണ് ഞാൻ. കാരണം ഇപ്പോഴും ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ സജീവ പ്രവർത്തകരായിട്ടിരിക്കുന്നത്. ബാലസംഘം വളരെ സജീവമായിട്ട് നിന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്നത്തെ കുട്ടികളാണ് ഇന്ന് അത് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് എന്നുള്ളത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ അതിനെ ഈ ജ്വാലയ്ക്ക് അശോക് ഗ്രന്ഥശാലയായി മാറാൻ കഴിഞ്ഞതിൽ ഉള്ള സന്തോഷം രേഖപ്പെടുത്തി നിർത്തുന്നു. അടുത്തായിട്ട് നമ്മുടെ ലൈബ്രറി കൗൺസിലിന്റെ താലൂക്ക് സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ പ്രിയ സുഹൃത്ത് പ്രകാശ് മാഷിനെ ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട എം അടക്കമുള്ള വിശിഷ്ട വ്യക്തികളെ, നമ്മുടെ ഈ പ്രദേശത്ത് ഒരു പൊതുപ്രവർത്തകന്റെ നാമധേയത്തിൽ ഒരു വായനശാല വരുന്നു എന്നുള്ളത് ഏറെ ചാരിതാർത്ഥ്യമുണ്ടാക്കുന്ന ഒരു വാർത്ത കൂടിയാണ്. ഇവിടെ വായനയെയും അതിൻ്റെ സംസ്കാരത്തെയും കുറിച്ച് ബഹുമാനപ്പെട്ട എം മാഷ് വളരെ കൃത്യമായി പ്രതിപാദിച്ചു. പ്രിയപ്പെട്ട അശോകിന്റെ ഓർമ്മ വളരെ ഹൃദയസ്പർശിയായ രീതിയിൽ പ്രിയപ്പെട്ട സത്യനും സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒരു നാടിന്റെ ചൈതന്യമാവുന്ന വായനശാലകൾ, ഒരു നാടിന്റെ പൊതു ഇടമാകുന്ന വായനശാലകൾ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും അതിർവരമ്പുകളില്ലാതെ എല്ലാ ആളുകളും ഒത്തുകൂടുന്ന വായനശാല മുറ്റങ്ങൾ നാടിന്റെ പ്രിയപ്പെട്ടവന്റെ ഓർമ്മയ്ക്കായി നിലനിൽക്കൊള്ളുക എന്നുള്ളത് ആ ഒരു ഗ്രാമത്തിന്റെ ഏറ്റവും സവിശേഷമായ ഒരു പ്രവർത്തനം കൂടിയാണ്. അങ്ങനെയുള്ള ഒരു മഹത്തായ ദിനത്തിനാണ് നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നമുക്ക് ഈ അക്ഷരമുറ്റത്തെ, ഈ വായനശാല മുറ്റത്തെ കുട്ടികളുടെ താവളമാക്കി, കുട്ടികളുടെ ഇടങ്ങളാക്കി, വനിതകളുടെ കൂട്ടായ്മ രൂപപ്പെടുത്താൻ, യുവതയുടെ കൂട്ടായ്മ രൂപപ്പെടുത്താൻ, മുതിർന്നവരുടെ കൂട്ടായ്മ രൂപപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതിന് സാധ്യതയുള്ള ഒരു ഇടം കൂടിയാണ് ജ്വാലയുടെ ഈ മണ്ണ്. തീർച്ചയായിട്ടും അശോകന്റെ നാമധേയത്തിൽ ഉള്ള ഈ വായനശാലയ്ക്ക് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ഒപ്പം തന്നെ ഇതിന്റെ മറ്റു പ്രവർത്തനങ്ങളിൽ ഇവിടെ വരേണ്ട ആവശ്യമുണ്ടാകുമെന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം ഇടവേളകളിലൊക്കെ നമുക്ക് മറ്റു കാര്യങ്ങളെ കുറിച്ച് മാത്രം സൂചിപ്പിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഈ വായനശാലയ്ക്ക് എല്ലാവിധ ആശംസകളും താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേരുന്നു. നന്ദി. ായിട്ട് നമ്മുടെ വായനശാലയ്ക്ക് പുസ്തകങ്ങൾ നൽകാമെന്ന് ഏറ്റിട്ടുള്ള ശ്രീ മണികണ്ഠൻ മാഷിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് ഈ പുസ്തകം നൽകാമെന്ന് നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന GMUP സ്കൂളിലെ പ്രധാനാധ്യാപകൻ കൂടിയായിട്ടുള്ള ശ്രീ ഹരിദാസ് മാഷെ ക്ഷണിക്കുന്നു. പുസ്തകം ഏറ്റുള്ള സത്യം. അടുത്തതായിട്ട് ഈ ചടങ്ങില് 2 വാക്ക് സംസാരിക്കുന്ന ഹരിദാസ് മാഷെ ക്ഷണിക്കുന്നു. നമ്മുടെ ഈ ഗ്രാമത്തിലെ ഈ ഒരു കൂട്ടായ്മ ജ്വാലയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ്. ഇന്നത്തെ ഈ ഒരു പ്രത്യേകത ഇവിടെ സൂചിപ്പിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട, നമ്മുടെ മനസ്സിൽ നിന്നും മായാതെ നിൽക്കുന്ന നമ്മുടെ അശോകേട്ടൻ
അദ്ദേഹത്തിന് ഒരു നാട് നൽകുന്ന ഒരു അംഗീകാരമാണ്. ഇതുപോലെ ഒരു കർക്കിടക പെയ്ത്ത് കാലത്താണ് അദ്ദേഹം നമ്മെ വിട്ടുപോയത്. എനിക്കൊരു അധ്യാപകൻ, നേരത്തെ എം സാർ തമാശയ്ക്ക് സൂചിപ്പിച്ച അധ്യാപകനല്ല ഞങ്ങൾ ഉൾപ്പെടുന്ന പുതിയ അധ്യാപക സമൂഹം. അദ്ദേഹവുമായുള്ളൊരു ബന്ധം അത് ഒരു രക്ഷിതാവും അധ്യാപകനും എന്ന രീതിയിലുള്ള ബന്ധം മാത്രമല്ല. ഈ ഒരു പ്രദേശത്ത് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം നടത്തിയിരുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും അതിലൊക്കെ ഇടപെടുകയും അദ്ദേഹത്തോടൊപ്പം ആശയങ്ങളും ഒക്കെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഇടക്കാലത്ത് അദ്ദേഹത്തിന്റെ കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ജനുവിന്റെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ സൈലന്റ് ആയിരുന്നു, നേരത്തെ പറഞ്ഞല്ലോ. എന്നാൽ അദ്ദേഹം വളരെ വയലന്റ് ആവുന്നത് ഞാൻ ചില സമയത്ത് കണ്ടിട്ടുണ്ട്. വളരെ സൈലന്റ് ആയിട്ടുള്ള ആളുകൾക്ക് ദേഷ്യം വരുന്ന സമയത്ത് അത് നിയന്ത്രിക്കാൻ കഴിയില്ല എന്നാണ്. കൃത്യമായ നിലപാടുകൾ എടുക്കേണ്ട സമയത്ത് അത് കൃത്യമായി പറയുകയും അത് തിരുത്തപ്പെടുകയും അത് തിരുത്തി മാത്രം മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സ്വഭാവത്തിന്റെ സവിശേഷ സ്വഭാവത്തിന്റെ ഉടമ കൂടിയായിരുന്നു അശോകേട്ടൻ. ഞാൻ അദ്ദേഹത്തിന്റെ വിയോഗ വാർത്തകൾ വന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നു, കുറച്ച് ദൂരെയായിരുന്നു. ആ പരിപാടികളൊക്കെ അവിടെ നിർത്തിവെച്ചുകൊണ്ടാണ് അന്ന് ഉച്ച സമയത്ത് ആ ഒരു നമ്മുടെ ഗ്രാമം മുഴുവൻ സങ്കടക്കടലിലായിരുന്ന സമയത്ത് വന്ന് പരിപാടിയിൽ പങ്കെടുത്തു പോയത്. നേരത്തെ ഇവിടെയൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഗ്രാമത്തിന് നൽകാവുന്ന ഏറ്റവും ഉചിതമായ, മാഷ പ്രത്യേക ഒരു വാക്ക് ഇവിടെ ഉപയോഗിച്ചു. എന്തായിരുന്നു മാഷ? ഉചിതജ്ഞത. സാധാരണ അങ്ങനെ പ്രയോഗിച്ച് കേൾക്കാറില്ല. അതിപ്പോ മാഷ ഇവിടെ വന്നിട്ട് ആ വാക്ക് നമ്മളൊന്ന് പരിചയപ്പെടുത്തി. ഉചിതജ്ഞത. ഞാൻ മാഷാണല്ലോ, അപ്പൊ അത് നമ്മളിടയ്ക്ക് പ്രയോഗിക്കേണ്ട ഒരു വാക്കാണ്. അത് ഞങ്ങളിത് പ്രയോഗിക്കും. അങ്ങനെയുള്ള ചില വാക്കുകൾ നമ്മളിങ്ങനെ എടുത്ത് മാഷ് സംസാരിക്കുന്നതൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണുകയും അതിന് ഫോളോ ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അത് ഏറ്റവും ഉചിതമായ തീരുമാനമാണ്. മിലൻ കുന്ദേരയുടെ പ്രശസ്തമായ വാചകം ഉണ്ടല്ലോ അല്ലെ, മറവിക്കെതിരെയുള്ള ഓർമ്മയുടെ പോരാട്ടം അധികാര കേന്ദ്രങ്ങൾക്കെതിരെ മനുഷ്യന്റെ പോരാട്ടമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇവിടെ ആ മറവിക്കെതിരെയുള്ള ഒരു പോരാട്ടം നമ്മൾ ഏറ്റെടുക്കണം. ഇവിടെ വന്ന് വളരെ കാൽപ്പനികമായാണ് മാഷ സംസാരിച്ചു തുടങ്ങിയത്. ഈ ഒരു കായലിന്റെ ഈ ഓരത്ത് കുറച്ച് ആളുകൾ ഇങ്ങനെ കൂടിയിരുന്ന് ഒരു വ്യക്തിയെ സ്മരിക്കുകയാണ്. അത് കേവലം സ്മരണയിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല, അതിന് പല തലത്തിലേക്ക് വ്യാപിക്കും. നേരത്തെ സത്യനാഥൻ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു മാതൃക ഇനി ഇങ്ങനെ ഇടങ്ങളിലേക്കും വരും. അപ്പൊ ഈ പുസ്തകങ്ങളെ, നേരത്തെ സൂചിപ്പിച്ച അക്ഷരങ്ങളെ, അക്ഷരം ആയുധമാണെന്ന് നമ്മളിങ്ങനെ എഴുതി പഠിച്ചിട്ടുണ്ടെന്നില്ല, അത് കൃത്യമായി അക്ഷരങ്ങളെ നമുക്ക് ആയുധമാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഈ ഒരു ഗ്രന്ഥശാല ഇവിടെ വളർന്നു വന്ന് നമ്മുടെ പുതിയ തലമുറയിലാണ് നമ്മളുടെ കിടക്കുന്നത്. അപ്പൊ ഒരുപാട് ചെറുപ്പക്കാർ, പുതിയ കുട്ടികൾ, നിങ്ങളൊക്കെ പഠിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെയൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അത് ഏറെ സന്തോഷമാണ്. അവർക്കൊന്നും ഇതൊന്നും നോക്കാനുള്ള സമയമില്ല, മൊബൈലിലായിരിക്കും മിക്കവാറും സമയത്ത്. പക്ഷെ അവരിന്ന് ഇവിടെ ഓരോ പരിപാടികളിലും പങ്കെടുക്കുകയും ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുകയും കാണുമ്പോൾ ഒരു പ്രതീക്ഷ വീണ്ടും മനസ്സിലുണ്ടാവുകയാണ്. അവരൊന്നും ഒരു ഭാഗത്തും ഇല്ല എന്നല്ല പറഞ്ഞത്, ഉണ്ട്. എന്തായാലും ഇത്തരം പ്രവർത്തനങ്ങൾ കൂടി ഇവരെല്ലാവരും പങ്കെടുക്കുന്നു എന്നത് ഏറെ സന്തോഷമുണ്ടാക്കുന്നതാണ്. നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ എപ്പോഴും ഒരുപാട് തിരക്കുകൾ ഉള്ള സമയമാണെങ്കിൽ പോലും ഈ കൂട്ടായ്മയ്ക്കും തുടർന്നുള്ള ജ്വാലയുടെ പ്രവർത്തനങ്ങളിലും എന്നും കൂടെ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അടുത്തതായിട്ട് ഈ പുസ്തകം കൊണ്ടുവന്ന് വനജ പുസ്തകമായിട്ട് വന്നിട്ടുണ്ട്. അത് ഏറ്റുവാങ്ങി. ഇനി ആരെങ്കിലും പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കൈമാറായി വേദിയിൽ വെച്ചിട്ട് ഞാനുണ്ട്. ജനുവേട്ടൻ നേരത്തെ വന്നിട്ടുണ്ട്, പുസ്തക വേദിയിൽ വെച്ച് തരാന്ന് പറഞ്ഞിട്ട്. കഴിഞ്ഞതിന് ശേഷം അതിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ എഴുതിയ ഒരു കഥയും കൂടെ. അതെ, അദ്ദേഹം എഴുതിയൊരു കഥ കൂടി അതിലുണ്ട്. അദ്ദേഹം സാഹിത്യകാരനും കൂടാണ്. പുസ്തകം ചിലവരെ
അടുത്തായിട്ട് ജനുവേട്ടൻ നേരത്തെ അവിടെ എത്തിയിട്ടുണ്ട്. ലത്തീഫ് ക ഏറ്റുവാങ്ങുന്ന ലത്തീഫ് ക. അബ്ദുൽ കലാം ആലങ്കോട് അദ്ദേഹം എഴുതിയ പുസ്തകം ജ്വാല സാംസ്കാരിക നിലയത്തിലേക്ക് അല്ലെ ജ്വാല അശോക് ഗ്രന്ഥശാലയിലേക്ക് നൽകുന്നു. അടുത്തായിട്ട് ജനുവേട്ടൻ. ജനുവേട്ടന്റെ കഥകൾ ഉൾപ്പെടെയുള്ള ഒരു പുസ്തകമാണ്. ആ പുസ്തകം കൂടെ ഉള്ളതാണ്. താങ്ക് യു ജനുവേട്ടൻ. താങ്ക് യു. അടുത്തായിട്ട് ജയരാജേട്ടൻ. ജയരാജേട്ടന്റെ പുസ്തകം ഏറ്റുവന്നത് ജംഷാദ്. അദ്ദേഹത്തിന്റെ ചുമലിലെ ഇഷ്ടമണികൾ എന്ന കവിതാ സമാഹാരമാണ് അദ്ദേഹം വായനശാലയ്ക്ക് നൽകുന്നത്. സുഹൃത്തുക്കളെ, ഇതൊരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു പുസ്തകം മാത്രം കൊടുത്താണ്. കുറച്ച് പുസ്തകം കൊടുക്കണം എന്ന് ഞാൻ സുരേഷിനോട് പറഞ്ഞിരുന്നു. പക്ഷെ അത് ഇതിൻ്റെ ഇടയിൽ നിന്ന് എടുത്തു വെക്കാൻ പറ്റിയില്ല. ആകെ കുറച്ച് ദിവസം എനിക്ക് ഇവിടെ ഉള്ളൂ. ഞാൻ തിരുവനന്തപുരത്താണ് ഇപ്പോൾ. അതുകൊണ്ട് പല പ്രവർത്തികളിലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എനിക്കത് മാറ്റിവെക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും കുറച്ച് പുസ്തകം കൂടി ഈ ഗ്രന്ഥശാലയ്ക്ക് തരും. കാരണം മറ്റ് ഗ്രന്ഥശാലയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ ഗ്രന്ഥശാല എൻ്റെ രക്തം കൂടി കലർന്നിട്ടുള്ള ഒരു ഗ്രന്ഥശാലയാണ്. അതുകൊണ്ട് തന്നെ സാംസ്കാരിക സമിതി ഗ്രന്ഥശാലയ്ക്ക് ഉണ്ടാക്കിയതുപോലെ തന്നെ നേരിട്ട് എനിക്കൊരു ബന്ധം ഇതിൻ്റെ രൂപീകരണത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിലും എൻ്റെ മണ്ണാണ്. അതുകൊണ്ട് തന്നെ തികച്ചും അശോകനും ഒക്കെ ആയിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ചെറിയ ബന്ധമല്ല. അതൊക്കെ കൂടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞ് വളരെ ഹൃദയസ്പർശിയായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു അടുത്ത അനുസ്മരണ പ്രഭാഷണം കേൾക്കുന്നത്. പലരും അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്താറുണ്ട്. അതൊക്കെ പലരിൽ നിന്നും കേട്ടതാണ്. പലരും എം പോലും അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തുന്നത് കേട്ടറിഞ്ഞിട്ടായിരുന്നു. ഞാൻ എമ്മിന്റെ പല അനുസ്മരണ പ്രഭാഷണങ്ങൾ, കൂട്ടധാര അനുസ്മരണ പ്രഭാഷണങ്ങൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നിരവധി അനുസ്മരണ പ്രഭാഷണങ്ങൾ കേൾക്കുന്നുണ്ട്. അതൊന്നും അർത്ഥത്തിൽ ഇന്ന് സത്യം നടത്തിയിട്ടില്ല ഈ അനുസ്മരണ പ്രഭാഷണം എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വാർന്നു വീഴുന്നതാണ്. അത് ആ ഒരു അടുപ്പത്തിന്റെ അതൊരു പ്രത്യേകമായിട്ടുള്ള അനുസ്മരണമാണ്. ഞാൻ ഇതുവരെയായിട്ടും ഇത്തരത്തിലുള്ള ഒരു അനുസ്മരണ പ്രഭാഷണം കേട്ടിട്ടില്ല. അത് കണ്ടപ്പോൾ അത് തോന്നുന്നുണ്ട് ജനു കുറച്ചും കൂടി കൊണ്ട് അടുത്തേക്ക് വെച്ച് എടുക്കുന്നത് ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടുത്തെ ഓരോ സ്പന്ദനങ്ങൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതൊന്നും പറയേണ്ട വേദിയുമല്ല. അശോകനെ സംബന്ധിച്ച് എനിക്കും ഇത്തരത്തിലുള്ള ധാരാളം കഥകളുണ്ട്. എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് മാത്രമാണ്. അദ്ദേഹത്തിന് സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് അതായിട്ട് ഈ പരിപാടിക്ക് ഒരു മറുപടി പ്രസംഗം എന്നുള്ള നിലയ്ക്കല്ല, അദ്ദേഹത്തിന്റെ പ്രിയ അനുജൻ ശ്രീ ജനു മുക്കുതലയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയമുള്ള വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള സത്യത്തിൽ സത്യന്റെ അനുസ്മരണ പ്രസംഗത്തിൽ ഞാനാകെ എന്നെ തന്നെ വിട്ടുപോയ ഒരവസരമാണ്. എങ്കിലും എനിക്ക് ചില കാര്യങ്ങൾ പറയാതെ ഇവിടുന്ന് പോകുന്നത് ശരിയല്ല എന്നുള്ള തോന്നലിന്റെ ഭാഗമായി ചിലത് പറയാം. കഴിഞ്ഞ 376 ദിവസങ്ങൾ ജീവിതത്തിൽ തീർത്തും അപരിചിതമായ ഓരോ നിമിഷങ്ങളായിരുന്നു. ദിവസം എന്ന് പറയാൻ പറ്റില്ല, ഓരോ നിമിഷങ്ങളായി ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തീർത്തും അപരിചിതമായ അനുഭവങ്ങൾ, തീർത്തും അപരിചിതമായ ഉത്തരവാദിത്തങ്ങൾ, തീർത്തും അപരിചിതമായ മുന്നോട്ട് പോക്കുകൾ അത്തരത്തില് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ 376 ദിവസം വരെ അനുഭവിച്ചതിന് മുൻപ് യാതൊരു തര ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കാത്ത, ജീവിതത്തെ വളരെ എന്താ പറയാ തീർത്തും നിരുത്തരവാദപരമായി നോക്കിക്കണ്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിന് കാരണം
എൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ പോലും ശ്രദ്ധിച്ചുകൊണ്ട് എന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എനിക്ക് മുന്നിൽ ഉണ്ടായിരുന്നു എന്ന വിശ്വാസം തന്നെയായിരുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും, പ്രധാന ജീവിത ഘട്ടങ്ങളിൽ പോലും ഞാനതൊന്നും ശ്രദ്ധിക്കാതെ ജീവിച്ചു പോയിരുന്ന ഒരാളാണ്. പക്ഷേ കഴിഞ്ഞ ഈ കാലയളവിൽ എൻ്റെ ഈ ജീവിതകാലത്ത് അനുഭവിച്ചതിൽ വെച്ച്, അല്ലെങ്കിൽ ഇത്രകാലം ഞാൻ ജീവിച്ച അത്രയും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു എന്ന ഒരു വല്ലാത്തൊരു തോന്നൽ കൂടി എൻ്റെ ജീവിതത്തിൽ വന്നുചേർന്നിരിക്കുന്നു. ഇവിടെ കൂടിയ ആളുകളെ ഇത്തരം കാര്യങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്ന് എനിക്കറിയാം. എങ്കിൽ തന്നെ ആമുഖമായി പറഞ്ഞു എന്ന് മാത്രം. ജ്വാല സാംസ്കാരിക നിലയം എൻ്റെ ജ്യേഷ്ഠൻ ഹൃദയത്തിൽ കൊണ്ടുനടന്നിരുന്ന ഒരു സംഘടന തന്നെയായിരുന്നു, ഒരു പ്രസ്ഥാനം തന്നെയായിരുന്നു. അവൻ്റെ ഓരോ ചിന്തകളിലും ഈ ജ്വാലയുടെ പ്രവർത്തനങ്ങളുമായി ഞാനുമായി കൂടിയാലോചിച്ച കാര്യങ്ങളാണ് ജ്വാലയിൽ വന്ന് അവൻ പലപ്പോഴും സംസാരിക്കാറുള്ളത്. ആ സംസാരിച്ച കാര്യങ്ങൾ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി അവൻ ചെയ്യുന്ന ഓരോ പ്ലാനിങ്ങുകളും ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്നിട്ട് തന്നെയാണ് സംസാരിക്കാറുണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഓണത്തിൽ, ഈ 2023 ഓണത്തിനുണ്ടായിട്ടുള്ള, സത്യൻ സൂചിപ്പിച്ചതുപോലെ ഒന്നിച്ചിരിക്കാം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം, അങ്ങനത്തെ ഒരു ടൈറ്റിലായിരുന്നു. അതിപ്പോൾ എൻ്റെ ഓർമ്മയിൽ ശരിക്കും കിട്ടുന്നില്ല. ആ ഒരു ആശയം നമ്മുടെ ഈ ഗ്രാമപ്രദേശത്ത് ഒരു പക്ഷേ ആദ്യമായും ഇന്നലെ വരെ അവസാനമായും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അത്തരം ഒരുപാട് ഭാവനകൾ അവൻ്റെ മനസ്സിൽ ഈ സമൂഹത്തിന് വേണ്ടി അവൻ കാത്തു സൂക്ഷിച്ചിരുന്നു, അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ ഏതൊരു കാര്യത്തെയും ഏറെ പോസിറ്റീവായി, വളരെ സമരസപ്പെട്ടുകൊണ്ട്, എന്നിൽ നിന്നും വളരെ വ്യത്യസ്തമായി, ഞാൻ എപ്പോഴും കലഹിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സുള്ള വ്യക്തിയാണ്. എൻ്റെ ജീവിതം കലഹത്തിലൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുകയും ആ കലഹങ്ങൾക്ക് വളരെ കൃത്യതയോടുകൂടി ആ കലഹങ്ങളെ നോക്കിക്കാണുന്ന ഒരു വ്യക്തി കൂടിയാണ്. എൻ്റെ ജ്യേഷ്ഠൻ നേരെ തിരിച്ചാണ്. എല്ലാത്തിനോടും സമരസപ്പെട്ടുകൊണ്ട് എല്ലാത്തിനെയും വളരെ പോസിറ്റീവായി മാത്രം നോക്കിക്കാണുകയും ചെയ്ത്, നേരത്തെ പറഞ്ഞതുപോലെ ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഓരോ ചലനങ്ങളും, ഇപ്പോൾ ഒരു കുട്ടിയുടെ, ഒരു നിർധനയായ ഒരു കുട്ടിയുടെ വിവാഹമാണെങ്കിൽ പോലും, ഒരു നിർധനരായ ഒരു കുടുംബത്തിൽ നിന്നുള്ള കുട്ടിയുടെ വിദ്യാഭ്യാസമാണെങ്കിൽ പോലും, കേട്ടറിഞ്ഞാൽ പോലും അത് നിറവേറ്റി കൊടുക്കാൻ തന്നെ കൊണ്ടാവുന്നതിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു മനസ്സായിരുന്നു അദ്ദേഹത്തിന്. ഈ ജ്വാല സാംസ്കാരിക നിലയം ഈ നാടിന് ഒരു മാതൃകയായി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇങ്ങനൊരു ഗ്രന്ഥശാല രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഗ്രന്ഥശാലയ്ക്ക് രൂപം നൽകുന്ന ഒരു ഘട്ടത്തിൽ തന്നെ ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളും എൻ്റെ സുഹൃത്തുക്കളുമായി സംസാരിച്ചപ്പോൾ അവർ എനിക്ക് തന്ന ഒരു ഉറപ്പ് എന്ന് പറഞ്ഞാൽ, നമുക്ക് വലിയൊരു പുസ്തക കളക്ഷൻ തന്നെ ആ ഗ്രന്ഥശാലയ്ക്ക് നൽകേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി 25,000 രൂപയിൽ കുറയാത്ത ഒരു സംഖ്യയുടെ പുസ്തകം ഈ ഗ്രന്ഥശാലയ്ക്ക് നൽകാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം കൂടി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് പുസ്തകങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പുസ്തകങ്ങൾ, ഏട്ടൻ്റെ മോളുടെ കുറച്ച് കളക്ഷൻസ്, അവൾ ആഗ്രഹിക്കുന്ന കുറച്ച് പുസ്തകങ്ങൾ ഈ ഗ്രന്ഥശാലയിൽ വേണമെന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം പുസ്തകങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ പബ്ലിഷേഴ്സിൻ്റെ വിവരങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് വളരെ സൂക്ഷ്മമായി തന്നെ പുസ്തകങ്ങൾ ഏറ്റവും ഈ നാടിനും ഈ പുതിയ തലമുറയ്ക്കും ഉപകാരപ്രദമാകുന്ന തരത്തിൽ വായനയെ പ്രചുരപ്പെടുത്താൻ വേണ്ടി ഈ നാടിന് വായന കൊണ്ടും പുതിയ ഒരു കാലഘട്ടത്തെ, മാഷ് നേരത്തെ പറഞ്ഞതുപോലെ ഡിജിറ്റൽ യുഗത്തിൽ നിന്നും വീണ്ടും വായനയുടെ, പുസ്തകങ്ങളുടെ ഒരു യുഗത്തിലേക്ക്, ആ ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഈ വായനശാലയ്ക്ക് സാധിക്കും. അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ഈ നാട്ടിലെ ഈ ജ്വാലയും ഈ നാട്ടിലെ എല്ലാ സന്മനസ്സുള്ള മനുഷ്യരും ഉണ്ട്. കൂടെ തന്നെ ഞാനും എൻ്റെ കുടുംബവും ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട്
ഉണ്ട് എന്നുള്ളത് കൂടി അറിയിച്ചുകൊണ്ട് ഈ ഗ്രന്ഥശാലയുടെ മുന്നോട്ടുള്ള യാത്ര ഏറ്റവും സുഖകരമായി നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു. അടുത്തതായിട്ട് ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് ജ്വാല സാംസ്കാരിക നിലയത്തിന്റെ സെക്രട്ടറി ശ്രീ അർഷാദിനെ ക്ഷണിക്കും. ജ്വാലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ് ഇന്ന്. ഈ ഗ്രന്ഥശാല ഞങ്ങൾ കുറച്ചു മുന്നേ ആലോചിച്ചിരുന്നു, ഒരു ഗ്രന്ഥശാല നമ്മുടെ നാട്ടിൽ വേണമെന്നുള്ളത്. ഒരു സംസാരത്തേക്ക് പോകില്ല, എന്തായാലും ഈ ഒരു സമയത്താണ് നമുക്കത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത്. അപ്പം അശോകേട്ടനെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളോട് പറഞ്ഞു, ജ്വാലയുടെ പ്രവർത്തനങ്ങൾ പറഞ്ഞു. എന്തായാലും ഈ ഗ്രന്ഥശാലയുടെ തുടർ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ശ്രദ്ധ കൊടുത്തിട്ടുള്ളത്. അതൊരു ആളുകൾക്ക് ഏതൊക്കെ രീതിയിൽ എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങളെ അടുത്ത ശ്രദ്ധ. ഒരു ഓൺലൈൻ സൗകര്യം, ഒരാളുടെ ലൈബ്രറി ഇന്നു മുതൽ ചാലുമായിട്ടുണ്ട്. നമ്മളെ പ്രജീഷിന്റെ വൈഫ് ഷിപ്പിയാണ് ഇവിടെ ലൈബ്രറിനായിട്ട് തുടരാൻ പോകുന്നത്. 4:30 മുതൽ 6:30 വരെ അവരുടെ സേവനം ഉണ്ടാവും. അധികം വൈകാതെ തന്നെ ഓൺലൈൻ സൗകര്യങ്ങൾ ഇവിടെ തുടങ്ങും. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ ചുരുങ്ങിയ സമയത്താണ് ഞങ്ങൾ ഈ പരിപാടി പുസ്തക കളക്ഷൻ ഉദ്ദേശിച്ചത്. അപ്പൊ ആ സമയത്ത് നമ്മളെ കൂടെ വന്ന പ്രവാസികൾ, അതുപോലെ തന്നെ നാട്ടിലുള്ള പ്രിയപ്പെട്ടവര്, അപ്പൊ ഒരു 500 പുസ്തകമൊക്കെയാണ് നമ്മള് സ്റ്റാർട്ടിങ്ങിൽ ഉദ്ദേശിച്ചത്. പക്ഷെ ഒരു 1000-ലധികം പുസ്തകങ്ങൾ ഇവിടെ നിലവിൽ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിനോടുള്ള ഒരു സ്നേഹമാണ് ഇവിടെ എത്തിയിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ വേദിയിലും സദസ്സിലായിട്ടുള്ള ആളുകൾ. ഇപ്പൊ ജനുവേട്ട അവസരം പറഞ്ഞ പോലെ 27 രൂപയുടെ പുസ്തകം ഇനിയും തരുമെന്നാ പറഞ്ഞത്. ഇന്ന് പലരും നമ്മൾ വിളിച്ചിട്ട് പുസ്തകങ്ങൾ നമ്മളോട് ഓഫർ ചെയ്തിട്ടുണ്ട്. അശോകേട്ടൻ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് നമ്മള് എൻ്റെ വീട്ടിലൊരായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ നന്ദി പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മളെ പ്രവാസികളോട് നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. ഏകദേശം ഈ ഒരു പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഗ്രൂപ്പിൽ നമ്മളെ ജ്വാല സംസ്കാരത്തിന്റെ ഗ്രൂപ്പിൽ കളക്ഷൻ തുടങ്ങിയപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് ഇതിന് കളക്ഷൻ എന്ന ഏകദേശം 65,000 രൂപയോളം ഇപ്പോൾ അവസാനത്തെ ഒരു കളക്ഷൻ ഉണ്ട്. അതിനു മുന്നേ നമ്മൾ പായസ ചലഞ്ച് നടത്തി. ആ പായസ ചലഞ്ച് നടത്തിയതിന്റെ ഭാഗമായിട്ടുള്ള കുറെ പുസ്തകങ്ങൾ നമ്മൾ വാങ്ങി. പിന്നെ ഷെൽഫ് ഉൾപ്പെടെ ഇതിനകത്ത് ഇരിക്കുന്ന മൈക്ക് സെറ്റ് ഉൾപ്പെടെ നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിയതാണ്. ഇരിക്കുന്ന ചെയറിൽ 100ഓളം ചെയർ നമ്മൾ വാങ്ങിയതാണ്. അപ്പോ ഇതിന്റെ ഓരോ ഭാഗങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് പിന്നെ അതുപോലെ തന്നെ പുസ്തക കളക്ഷനായിട്ട് ബന്ധപ്പെട്ട് ആളുകൾക്ക് എത്തിയപ്പോൾ ഇപ്പോൾ നമ്മളെ മോഹന നമ്പൂരി അടക്കമുള്ള ആളുകൾ ഇന്നലെയാണ് പുസ്തകം മേടിച്ചു പോയത്. പുള്ളി നമ്മള് സ്വന്തമായിട്ട് പുസ്തകം ഓർഡർ ചെയ്തു. ഏകദേശം 5,000 രൂപയോളം വിലയുള്ള പുസ്തകം നമുക്ക് നേരിട്ട് തന്നു. അതുപോലെ തന്നെ നിഷ ടീച്ചർക്ക് ഏകദേശം ഒരു 65ഓളം ബുക്കുകൾ നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ വേദിയിലും സദസ്സിലൊക്കെ ഇരിക്കുന്ന ആളുകൾ അവരെ വരുമാനത്തിൽ ഇതിന്റെ ഭാഗം വെച്ച പൈസ, അതുപോലെ തന്നെ കളക്ട് ചെയ്ത പൈസ, വളരെ ജോലിയിൽ വളരെ സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്നവർ ഉൾപ്പെടെ, ഇപ്പൊ ഇന്ന് വരാൻ പറ്റാത്ത ആൾക്കാർ ഉൾപ്പെടെ വിളിച്ചിട്ട് ഈ സാഹസി കയറുമ്പോൾ പൈസ തരാൻ പറഞ്ഞാൽ പുസ്തകത്തിന്റെ ഒരു ശേഖരം തന്നെ ഞങ്ങളുടെ തുടരുന്നല്ല പറയുന്നത്. അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത പ്രൊഫസർ എം എൻ നാരായണ മാഷ്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട സത്യേട്ടൻ, അനുഗ്രഹ പ്രസിഡന്റ് മുസ്തിയാത്ത, ബ്ലോക്ക് മെമ്പർക്കാരനേട്ടൻ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട അദ്ദുട്ടിക ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. സംസാരിക്കില്ല എന്ന് പറഞ്ഞതാണ്. അതുപോലെ തന്നെ ലോക്കൽ സെക്രട്ടറി അധ്യക്ഷൻ പ്രകാശൻ മാഷി, പ്രിയപ്പെട്ട കരുണേട്ടൻ, ജനുവേട്ടൻ, കൃഷ്ണൻ മാഷി, അതുപോലെ തന്നെ ഈ പരിപാടിക്ക് എത്തിച്ചേർന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കുടുംബത്തിലെ ഓരോരുത്തരെയും പേരെടുത്ത് വരുന്നില്ല. ഏറ്റവും പ്രിയപ്പെട്ടവർ, ഈ ക്ലബ് കമ്മിറ്റി അംഗങ്ങൾ, പാർട്ടി പ്രവർത്തകർ, എല്ലാവരെയും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ യോഗം അവസാനിച്ച് അറിയിക്കുന്നു.